സഖറിയ പ്രവചനം 13-ാം അധ്യായം. സഖറിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. സഖറിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. ഒറ്റ വാക്യമുള്ളൂ. നമ്മൾ ശബ്ദമുയർത്തി ശക്തിയോടെ വായിക്കാൻ വേണ്ടി പോകുന്നു. ഇംഗ്ലീഷിലുള്ളവർ ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ സഹോദരങ്ങളെ ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. തമിഴിലുള്ളവരുണ്ട്, മലയാളമുള്ളവർ ഓഫ്കോഴ്സ് ഷൗട്ട് ചെയ്ത് വായിച്ചാട്ടെ ശബ്ദമുയർത്തി. എന്നാൽ അവനോട് നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. നാം കേൾക്കുവാൻ പോകുന്ന ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ടതാണ് സ്നേഹത്തിൻ്റെ മുറിവുകൾ. സ്തോത്രം. നാം കണ്ടു, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനതയാണ്. ഒന്ന് ദൈവത്തിൻ്റെ സഭ, മറ്റൊന്ന് യഹൂദൻ. ആ യഹൂദനെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് കർത്താവ് കണ്ടതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവം തൻ്റെ പദ്ധതിക്കായി ദൈവം അവരെ തിരഞ്ഞെടുത്തത് കൊണ്ട് പരാജയം അവർക്കില്ല. അതുകൊണ്ട് പരാജയമല്ല ദൈവത്തിൻ്റെ മക്കളാകുന്ന അവരും സഭയും ചിന്തിക്കുന്നത്. നമ്മൾ ജയിപ്പാനായി ദൈവം വിളിച്ചിരിക്കുന്നു. നാണം കെടാനല്ല, ഓടിപ്പോകാനല്ല, ആത്മഹത്യ ചെയ്യാനല്ല, പകരം ജയിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം ഒലിവുമലയിൽ തൻ്റെ 4 പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മാത്രമല്ല അന്ത്രയോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് 4 പില്ലേഴ്സ്, അവർ അങ്ങയുടെ വരവിൻ്റെ ലക്ഷണം എന്താണ്, 2 ലോകത്തിൻ്റെ അവസാനം എന്താണ്, യഹൂദനെ കുറിച്ച് അങ്ങ് പറഞ്ഞത്, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് എപ്പോൾ സംഭവിക്കുമെന്ന് 3 ചോദ്യത്തിൻ്റെ മുൻപിൽ മത്തായി സുവിശേഷം 24, മർക്കോസ് സുവിശേഷം 13, ലൂക്കോസ് സുവിശേഷം 21 എന്നീ 3 അധ്യായങ്ങളിൽ നിന്ന് കർത്താവ് യേശുവിൻ്റെ വരവിനെക്കുറിച്ചും അനന്തര സംഭവങ്ങളെക്കുറിച്ചും യേശു കർത്താവ് പറയുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏത് നേരത്തും യേശു കടന്നു വരാം. ആരും മിണ്ടിയില്ല. പെണ്ണ് കെട്ടിച്ചില്ല, ചെറുക്കൻ കെട്ടിയെടുത്തില്ല, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട്, അത് നടന്നിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ യേശുവെ വന്നാൽ മതി എന്നല്ല, ഏത് നേരത്തും കർത്താവ് കടന്നു വരാം. അറ്റനീറ്റായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസ് ഉണ്ടോ എനിക്കറിയത്തില്ല. ഏത് നേരത്തും യേശു കർത്താവ് കടന്നു വരും. യേശു കർത്താവ് കടന്നു വന്ന് സ്തോത്രം സഭ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ കുട്ടിച്ചോറായി പോകുന്ന, ഉപ്പ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വെളിച്ചം നഷ്ടപ്പെട്ട, സഭ ഇല്ലാത്ത ഈ ലോകത്ത്, കെവാസായി ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്ത് സമാധാനത്തിൻ്റെ മുഖം മൂടിയിട്ട് ഒരു വല്ലാത്ത ദുഷ്ടമൃഗം പ്രത്യക്ഷനാകും. അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷേ ഗ്യാരണ്ടിയായി ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം എതിർ ക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടാൻ കഴിയത്തില്ല. എതിർ ക്രിസ്തു പ്രത്യക്ഷനായി പിന്നെ ആദ്യത്തെ 42 മാസം സമാധാനം പറഞ്ഞിട്ട് താൻ തിരിയും. പിന്നത്തെ 42 മാസം 3-2 യഹൂദന്മാർ കൊല്ലപ്പെടും. 3-2 യഹൂദന്മാർ കൊല്ലപ്പെട്ട് സ്തോത്രം അന്ന് മഹാപീഡ എന്നറിയപ്പെടുന്ന പീഡയിലൂടെ കടന്നു പോകാൻ നമ്മൾ ധാരാളം കേട്ടതാണ്. അവസാന സെക്കൻഡിൽ സ്തോത്രം യഹൂദ ജനം മെശിഹായെ നോക്കി വന്നേ പറ്റത്തുള്ളൂ, നീ എന്തിയേ എന്ന് ചോദിച്ച് അതിഭയങ്കരമായി നിലവിളിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കടലിന് മുകളിൽ 4 യാമത്തിൽ നടന്നതുപോലെ എല്ലാം തീർന്നു ഇനിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടും. അത് നമ്മുടെ സാക്ഷ്യമാണ്. ഞാനത് പറഞ്ഞ് ഈ ദൂതിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി ലൈഫില്ല, ഇനി ജീവിതമില്ല, ഇനി ശുശ്രൂഷയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച സമയത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഘോരമായി നിന്ന വെല്ലുവിളികളുടെ തിരമാലകളെ ചവിട്ടി താഴ്ത്തി നമ്മുടെ 4 യാമങ്ങളിലും കർത്താവ് ഇറങ്ങി വന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ അവസാനങ്ങളെ, നാം തീർന്നു എന്ന് കരുതുന്ന അവസാനങ്ങളെ ആരംഭങ്ങൾ ആക്കി തീർക്കുന്നവനാണ് കർത്താവ്. ഇന്നും ജീവിതം തീർന്നു എന്നാരൊക്കെയോ വ്യക്തിയായി കുടുംബമായി ചിന്തിക്കുന്നെങ്കിൽ നോവേ,
സ്തോത്രം. നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ആരംഭങ്ങളെ നൽകുന്നവനാണ് കർത്താവ്. സോ കേൾക്കണം. സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത സഭയ്ക്ക് വേണ്ടി വരുന്നു. വിച്ച് ഈസ് കോൾഡ് ദ റാപ്ചർ ഓഫ് ദ ചേർച്ച്. അതാണ് ദൈവസഭയുടെ ഉൾപ്രാവണം. മേഘപ്രത്യക്ഷതയായി കർത്താവ് കടന്നു വരുന്നു. രണ്ട്, മഹത്വ പ്രത്യക്ഷതയായി യേശു കർത്താവ് കടന്നു വരും. മഹത്വ പ്രത്യക്ഷതയായി കടന്നു വരുമ്പോൾ എതിർ ക്രിസ്തു അവൻ എത്ര ബോംബും എത്ര ആയുധങ്ങളും എത്ര സൈന്യവും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതെ മടങ്ങി വരുന്ന മഹത്വ പ്രത്യക്ഷതയെ കർത്താവ് വായിലെ ശ്വാസത്താൽ, ദാറ്റ്സ് ഓൾ, അത്ര ലാഘവത്തോടെ വായിലെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയുമെന്ന് 2 തെസ്സലോനിക്കർ 2 പറയുന്നു. സോ വായിലെ ശ്വാസത്താൽ യേശു കർത്താവ് ഊതിക്കളയുന്ന ഒരു പൊടിക്ക് തത്തുല്യമായി എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളഞ്ഞ് ജസ്രിയിൽ വാലി അല്ലെങ്കിൽ മെഗിഡോ എന്നറിയപ്പെടുന്നതായ ആ താഴ്വരയിൽ ഉള്ളതായ ജാതികളെ സൈന്യത്തെ ഒടുക്കിക്കളഞ്ഞ് സ്തോത്രം അന്ന് യേശുവിൻ്റെ മുൻപിൽ നിലവിളിച്ച് കരഞ്ഞ് നിൽക്കുന്നതായ യഹൂദൻ. പക്ഷേ അവർ വളരെ എക്സൈറ്റഡാണ്. അവരുടെ മെശിഹ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകളിലെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇതാ മെശിഹ വന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ഇപ്പോഴും യെരുശലേമിൽ കടന്നു പോയാൽ അവിടെ ഒരു മതിലുണ്ട്. അതിൻ്റെ പേര് മിലാപ മതിലാണ്. ആ വിലാപ മതിൽ എന്നതിന് പേരുണ്ടാകുന്നത് ശരീരത്തിൻ്റെ സകല മസിൽസും സ്തോത്രം ചലിക്കത്തക്ക ക്രമത്തിൽ മുന്നിലേക്കും പിന്നിലേക്കും ആഞ്ഞുകൊണ്ട് 100 കണക്കിന് സ്ത്രീ പുരുഷന്മാർ ആ മതിലിൽ തല തല്ലിയും തല്ലാതെയും അവർ ദൈവത്തിൻ്റെ സന്നിധികൾ പ്രാർത്ഥിക്കുന്നു, മെശിഹായെ മടങ്ങി വരണമേ, മെശിഹായെ മടങ്ങി വരണമേ. അബ്രഹാം ഉൾപ്പെടെയുള്ളവർ കേട്ടതായ വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ തക്കോണം മെശിഹായെ മടങ്ങി വരണമേ. ഇപ്പോൾ അതാ ലിറ്ററലി അക്ഷരീകമായി യേശു കർത്താവ് മടങ്ങി വന്നിരിക്കുന്നു. ലോകത്തിലുള്ളതായ സകല സ്തോത്രം TV ചാനലുകൾ അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതാണ് സഖരിയ പ്രവചനം 13-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 14-ാം അധ്യായത്തിൽ ഒലിമലയിൽ യേശു നിൽക്കുമ്പോൾ ഒലിമല 2ആയി മാറിപ്പോകും. ഗതശമന അപ്രത്യക്ഷമാകും. അവിടെ പുതിയൊരു ഹൈവേ ഉണ്ടാകും. കിഴക്കേ മതിൽ സ്തോത്രം ഉടയ്ക്കപ്പെടും. രാജാതി രാജാവായി യേശു കർത്താവ് സ്തോത്രം അതെ യെരുശലേമിൽ പ്രവേശിച്ച് 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം നമുക്കറിയാമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം അതെ യേശുവിലേക്ക് നോക്കിയാട്ടെ. യഹൂദൻ്റെ മുൻപിൽ കർത്താവ് നിൽക്കുകയാണ്. മെശിഹായി നിൽക്കുന്നു. സ്തോത്രം. മെശിഹായി നിൽക്കുന്നു. ഞാനിങ്ങനെ പറയട്ടെ, യേശു ജയിച്ച് നിൽക്കുകയാണ്. ഒരു 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 പ്രധാനമന്ത്രിക്ക്, ഒരു പ്രസിഡൻറ്റിന്, ഒരു ചക്രവർത്തിമാർക്ക്, ഒരു രാജാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത, ചിന്തിപ്പാൻ കഴിയാത്ത വലിയ ജയമാണ് യേശു കർത്താവിൽ അന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, പാതാളത്തെ ജയിച്ചിരിക്കുന്നു. മാത്രമല്ല എതിർ ക്രിസ്തുവിനെ താൻ തകർത്തിരിക്കുന്നു. സ്തോത്രം. ഇതാ കർത്താവ് മടങ്ങി വന്നിരിക്കുന്നു. നമുക്കിങ്ങനെ പറയാം, ഹീസ് ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. സ്തോത്രം. കാൽവരിയിലെ ചാമ്പ്യനായി കർത്താവ് നിൽക്കുകയാണ്. കേട്ടിരിക്കില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ ചുറ്റും ഇരിക്കുന്നത് ലൈഫിൽ തോറ്റ് തുന്നം പാടിയവരല്ല. ഏതൊക്കെ വിഷയങ്ങളിലാണോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉള്ളത് അതിലെല്ലാം ജയിക്കുന്നവരായി കർത്താവ് നിങ്ങളെ സ്തോത്രം കണ്ടിരിക്കുന്നു. സെയിം സിറ്റിയിൽ യെരുശലേമിൽ 5 കോടതികൾ മാറി മാറി കർത്താവ് നിന്നതാണ്. 5 കോടതികളിൽ നിന്നു. ഗതശമനയിൽ അവൻ നടന്ന് കയറിയപ്പോൾ അവൻ്റെ പാദം ഇടറി, പാദങ്ങൾ വിറച്ചു, മുഖമടിച്ച് നിലത്ത് വീണു എന്ന് സുവിശേഷകൻ പറയുന്നു. ഈ ദൂതിൽ ഏകദേശം 200ഓളം റെഫറൻസസ് ആണ് എനിക്ക് സ്തോത്രം ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ പറയാൻ തോന്നിയത്. 200ഓളം റെഫറൻസ്. പക്ഷേ നമ്മൾക്കാലം എല്ലാവരും എൻ്റെ കണ്ണിൽ നോക്കിയാട്ടെ. നിങ്ങൾ എഴുതിയെടുക്കാൻ ഞാൻ ഒറ്റ റെഫറൻസ് എന്ന് പറയത്തില്ല. പകരം സ്തോത്രം ഉപ്പുമാങ്ങ എങ്ങനെയാണോ ഉപ്പ് ഭരണിയിൽ കിടന്ന് ആ ഉപ്പിനെ പിടിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഇത് കേട്ട് എടുക്കാനോ ഇത് എഴുതി കാണാതെ പഠിക്കാനോ അല്ല, ലൈഫിൻ്റെ ആഴത്തിലുള്ള മുറിവുകളിൽ കർത്താവ് തൊട്ട് ഇന്ന് കർത്താവ് നിങ്ങൾക്കായി ശുശ്രൂഷിക്കട്ടെ. സോ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയല്ല നിന്ന് ഈറ്റം പോലെ ഞാൻ നിൽക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളെ ഇളക്കാൻ അറിയാം. സ്തോത്രം. പക്ഷേ ഇളക്കാനല്ല, അതല്ല കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കൽക്കാലം ഒരു ആത്മീയ ശുശ്രൂഷയായി സ്തോത്രം സ്വർഗം നമ്മെ ഒന്ന് തൊടുമാറാകട്ടെ. ദൈവം നമ്മെ തൊടുമാറാകട്ടെ.
ഒരിക്കലും ചിന്തിക്കല്ലേ ബഹളമാണ് പരിശുദ്ധാത്മാവെന്ന്. പരിശുദ്ധാത്മാവുള്ള അടുത്ത് ബഹളമുണ്ട്, ദാറ്റ്സ് ട്രൂ. പക്ഷേ ഏലിയാവ് ഒരു ദിവസം ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൊടുങ്കാറ്റായി കർത്താവ് ചലിച്ചു, അല്ലേ? കൊടുങ്കാറ്റായി. കാറ്റിൽ യഹോവയില്ലായിരുന്നു, അപ്പോൾ കാറ്റായി വരുന്നവനാണ് ദൈവം. പിന്നെ തീയായി ചലിച്ചു. അപ്പോൾ കാറ്റുണ്ട്, തീയുണ്ട്. പിന്നെ ഭൂകമ്പമായി ചെന്നു. അപ്പോൾ അവസാനമായി 4-ാമതായി, എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃദുസ്വരം അവൻ കേട്ടു. ഒരു മെച്യൂർ ചർച്ചിൻ്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. നിങ്ങൾ ഒരു മെച്യൂർ ക്രിസ്ത്യൻ ആണെങ്കിൽ, നിങ്ങൾ പക്വത വന്ന വിശ്വാസിയാണെങ്കിൽ, കാറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യും, തീ നിങ്ങൾ എൻജോയ് ചെയ്യും, ഭൂമി കുലുക്കം നിങ്ങൾ എൻജോയ് ചെയ്യും, അതോടൊപ്പം ദൈവത്തിൻ്റെ സൈലൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. പക്ഷെ കരിസ്മാറ്റിക് പെൻറ്റക്കോസ്റ്റൽ ജനത്തിന് സൈലൻസ് വളരെ പേടിയാണ്. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ബഹളം വച്ചിട്ടിരിക്കണം, എന്നാലേ ആത്മീയമാകത്തുള്ളൂ. അപ്പോൾ കാര്യമില്ലെങ്കിൽ പോലും അവൾ ബഹളം വെക്കും. അസ്ഥാനത്ത് വേണമെങ്കിലും അവർ സ്തോത്രം പറയും, അസ്ഥാനത്ത് വേണമെങ്കിലും കൈയടിക്കും. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ, ആദിപരിശുദ്ധ സ്ഥലത്ത് ടോട്ടൽ സൈലൻസ് ആണ്. നിങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ആദിപരിശുദ്ധ സ്ഥലത്ത് ടോട്ടൽ സൈലൻസ് ആണ്. വിശുദ്ധ സ്ഥലത്ത് ബഹളമുണ്ട്, അതുപോലെ പ്രാകാരത്തിൽ ശബ്ദമുണ്ട്, വിശുദ്ധ സ്ഥലത്ത് ശബ്ദമുണ്ട്. ആദിപരിശുദ്ധ സ്ഥലത്ത് നിങ്ങളും കർത്താവ് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ആ മുഖംമൂടികളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ സ്റ്റാറ്റസ് മാറ്റിവെച്ച്, പകരം പച്ച മനുഷ്യരായി ആ ചാമ്പ്യനിലേക്ക് നോക്കാം. അവൻ തോറ്റില്ല. അവൻ കോടതിയിൽ നിന്നു, ഗദശമനിയിൽ കാലുകൾ ഇടറി, ഗദശമനിയിൽ നിലവിളിച്ചു, രക്തമൊഴുക്കി, ബന്ധിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. പക്ഷേ ആ യേശു തോറ്റില്ല. പ്രോബ്ലംസിലൂടെ നിങ്ങൾ കടന്നു പോകാം സഹോദരി സഹോദരന്മാരെ, പ്രശ്നങ്ങൾ വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷേ ഈ പുസ്തകം പറയുന്നു, അന്തിമ ജയം നിങ്ങളുടേത് തന്നെയായിരിക്കും. അവസാന ജയം നിങ്ങൾക്ക് തന്നെയാണ്. സോ യഹൂദൻ യേശുവിനേതാ നോക്കുമ്പോൾ അയ്യോ ഭയങ്കര വിജയമാണ് നൽകിയിരിക്കുന്നത്. ആ താഴ്വരയിൽ വന്നതായ ഇറാൻ, ചൈന, റഷ്യ തുടങ്ങിയ പ്രത്യേകിച്ച് ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന സകല സൈന്യത്തെ കർത്താവ് ഇതാ തകർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ മെസ്സിഹ ഇതാ വന്നു കഴിഞ്ഞു. ധൈര്യമായി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് കാലങ്ങളിൽ ജീവിച്ചിരുന്നതായ മറ്റേത് തലമുറയേക്കാൾ ഞങ്ങളുടെ മെസ്സിഹ വന്നു കഴിഞ്ഞു. യെസ്, ഞങ്ങൾ ജയിച്ചു. പക്ഷെ അവർ പ്രതീക്ഷിച്ചത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടാട്ടെ, അവർ പ്രതീക്ഷിച്ചത് ഒരു പെർഫെക്റ്റ് മെസ്സിഹയാണ്, പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പെർഫെക്റ്റ് മെസ്സിഹയല്ല, മുറിവേറ്റ മെസ്സിഹയാണ്. മനസ്സിലായി? ഇവിടെ വന്നിരിക്കുന്ന പെർഫെക്റ്റ് മെസ്സിഹയല്ല. അവൻ്റെ കൈകളിൽ, അവൻ്റെ കാലുകളിൽ, അവൻ്റെ വിലാപ്പുറത്ത് മുറിവുകളുണ്ട്. ഒരു മുറിവേറ്റ മെസ്സിഹയാണ് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ അന്ന് നിന്നെങ്കിൽ, ഞാൻ സ്തോത്രം എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ, കർത്താവേ ഇതെല്ലാം ഒന്ന് അടച്ച്, ഇതെല്ലാം ഒന്ന് പാച്ച് വർക്ക് ചെയ്ത് പെർഫെക്റ്റായി നീ അവരുടെ മുൻപിൽ നിൽക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ കർത്താവ് പറയും, നോ, എൻ്റെ ജനം മുറിവേറ്റവരാണ്. എൻ്റെ ജനം പറഞ്ഞാട്ടെ മുറിവേറ്റവരാണ്. ഹല്ലേലൂയ. സോ നമ്മുടെ നേതാവ് മുറിവേറ്റവനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ മുറിവുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ മുറിവുകളെ അറിയുന്ന ഒരുവൻ നിങ്ങളുടെ അടുക്കൽ ഇന്ന് പകൽ നിൽപ്പുണ്ട്. നിങ്ങളുടെ മുറിവുകളെ മനസ്സിലാക്കാത്തവനല്ല, മുറിവുകൾ അറിയുന്നവനാണ്. ഒന്നാമത്തെ പ്രവചനം ഇതാണ്. ഞാൻ പറഞ്ഞ റെഫറൻസ് പറയത്തില്ല. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, അവൻ കുതികാൽ തകർക്കും. അപ്പോൾ യേശു കർത്താവിനെ നോക്കി ഒന്നാമത്തെ പ്രവചനത്തിൽ പിതാവ് ദൈവം പറഞ്ഞു, നീ അവൻ്റെ തലയെ തകർക്കും, ഹി കനോട്ട് ടച്ച് യുവർ ഹെഡ്, പക്ഷേ അവൻ നിൻ്റെ കുതികാൽ തകർക്കും. സോ ഒന്നാമത്തെ പ്രവചനം തുടങ്ങി ഉള്ളതാണ്, യു കനോട്ട് അവോയ്ഡ് യുവർ വൂൺസ്,
നിൻ്റെ മുറിവുകളെ നിനക്കൊരിക്കലും ഒഴിവാക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. സോ ഒരു പക്ഷേ ആന്തരികമായി ഇൻറ്റേർണൽ വൂൺസ് ആയിരിക്കാം. 2 സ്തോത്രം ബാഹ്യമായി എക്സ്റ്റേണൽ വൂൺസ് ആയിരിക്കാം. ആന്തരികമായ മുറിവുകളായിരിക്കാം, ബാഹ്യമായ മുറിവുകളായിരിക്കാം. വിഷയം ചിലപ്പോൾ സ്തോത്രം അറിയാത്ത, മറ്റുള്ളവർക്കോടോ പറവാൻ കഴിയാത്ത വിഷയങ്ങളിൽ നിങ്ങൾ മുറിവേറ്റിരിക്കാം. മറ്റുള്ളവരോട് പറവാൻ കഴിയുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് മുറിവേറ്റിരിക്കാം. വൺ വേ ഓർ അതർ കാര്യം വ്യക്തമാണ്. സ്തോത്രം മുറിവില്ലാത്ത ഒറ്റയെണ്ണം ഒരാൾ പോലും ഈ റൂമിലില്ല. സ്തോത്രം ഈ ദൂത് ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും അവർക്കെല്ലാവർക്കും മുറിവുകളുണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് ആ മുറിവ് അറിയത്തില്ല. നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നവർക്കോ ഫാമിലി മെമ്പേഴ്സിനോ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ മുറിവുകൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്കാർക്കും അയ്യോ നിങ്ങളുടെ വിഷയം പറഞ്ഞാൽ അവർക്കാർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഗ്യാരണ്ടിയാണ് ഞാൻ പറയട്ടെ, മുറിവേറ്റ കർത്താവിന് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൽ. അതെ, അവന് നിങ്ങളുടെ മുറിവുകൾ നന്നായിട്ടറിയാം. യേശുവിന് നിങ്ങളുടെ വേദന, കണ്ണുനീരുകൾ, ഭാരങ്ങൾ സ്തോത്രം വളരെ നന്നായിട്ടറിയാം. യേശു എങ്ങനെയാണ് മുറിവേറ്റത്? അവൻ പറയും, സ്തോത്രം എൻ്റെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് മുറിവ് പറ്റിയത്. 13:6 സ്തോത്രം. എന്നെ മുറിവേൽപ്പിച്ചത് അത് പുറത്തുള്ളവരല്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. സ്നേഹിക്കുന്നവരുടെ കണ്ടിന്യൂസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അതിനർത്ഥം പണ്ട് സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിച്ചിരിക്കൊണ്ടിരിക്കുന്നു, ഇനിയും സ്നേഹിക്കാൻ പോകുന്നു. സോ സ്തോത്രം. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിലും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ എന്നെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, ഒരിക്കൽ കൂടെ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സ്തോത്രം അവരെന്നെ അടിച്ചു. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ മുറിവേറ്റതാകുന്നു. ശ്രദ്ധിക്കണമേ, നിങ്ങളെ മുറിവേൽപ്പിച്ചത് സ്ട്രേഞ്ചേഴ്സ് അല്ല, അറിവില്ലാത്തവരല്ല, നിങ്ങളെ അറിയാത്തവരല്ല. സ്തോത്രം. അന്യർ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നോ പ്രോബ്ലം, അത് കുടഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ ആ വേദനകളിൽ നിന്ന് പുറത്തു വരാം. അന്യർ, പരിചയമില്ലാത്തവർ നിങ്ങളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം ആ ഓർമ്മയിൽ നിന്ന് പുറത്തു വരാം. പക്ഷേ ഇപ്പോൾ അന്യരല്ല മുറിവേൽപ്പിച്ചത്, നിങ്ങളെ കരുതേണ്ടവർ, നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവർ, നിങ്ങളെ മുറിവ് കെട്ടേണ്ടവർ. ഇറ്റ് ഈസ് വെരി പവർഫുൾ. അത് നിങ്ങളുടെ മുറിവ് കെട്ടേണ്ടവർ നിങ്ങളെ മുറിക്കുകയാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ നിങ്ങളെ ആശ്വാസം കെടുത്തുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവർ നിങ്ങളെ കരയിപ്പിക്കുകയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. യെസ്. കൂടെ നിൽക്കേണ്ടവർ കുതികാൽ വെട്ടുകയാണ്. എന്നെന്നും ബലപ്പെടുത്തേണ്ടവർ നിങ്ങളെ ചതിക്കുകയാണ്. എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. നമുക്ക് തുടരാം. ദ സ്കാർസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മുറിവുകൾ. സോ മുറിവേറ്റ യേശു കർത്താവ് അവിടെ മുൻപിൽ സ്തോത്രം ഇതാ നിന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. മുറിവുകളെ നിങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് ഈസ് ദ ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് സ്തോത്രം. അതെ, തേജസ്സിൻ്റെ സുവിശേഷം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് തേജസ്സിൻ്റെ സുവിശേഷം? വളരെ കൃത്യമായി ഞാൻ പറയട്ടെ. ഓഹോ, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുവെന്നാൽ മുറിവേൽക്കാനായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു? അബ്സല്യൂട്ട്ലി നോട്ട്. ദൈവം നിങ്ങളെ രക്ഷയിലേക്ക് നടത്തി ദൈവസഭയിൽ കൊണ്ടുവന്നത് വല്ലവരുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ മുറിവേൽക്കാൻ വേണ്ടിയല്ല. ഒരിക്കൽ കൂടെ എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾ മുറിവേറ്റത് ചർച്ചിൽ നിന്നായിരിക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങളെ കരയിപ്പിച്ചത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞത് ഏറ്റവും കൂടുതൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കേൾക്കുന്നോ? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേദന തന്നത് അന്യരല്ല, മറ്റു മതത്തിൽപ്പെട്ടവരല്ല, വേറെ ഏതോ പുറത്തുള്ള സംഘടനയിലുള്ളവരല്ല, നിങ്ങൾ സ്നേഹിച്ചവരുടെ വീട്ടിൽ. 100% ഞാൻ പറയട്ടെ, റിയലൈസ് ചെയ്യണം, ഇത് തിരിച്ചറിയണം. നിങ്ങളെ എന്നെ കർത്താവ് രക്ഷിച്ച് ദൈവസഭയിൽ കൊണ്ടുവന്നത് ബാക്കിയുള്ളവരുടെ വായിലൂടെ വരുന്ന അവർക്ക് തോന്നുന്ന വാക്കുകളാൽ, അവിടെ പ്രവൃത്തികളാൽ മുറിവേൽക്കാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചത്. ആ പഴയ പാട്ട് എന്ന് പറഞ്ഞാട്ടെ, പാടാൻ നേരെയില്ല.
എൻ്റെ ദൈവം സ്വർഗസിംഹാസനം അതല്ല, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. എൻ്റെ ദൈവം, അപ്പൻ എവിടെയാണ് വസിക്കുന്നത്? മഹത്വത്തിലാണ് വസിക്കുന്നത്. അപ്പൻ വസിക്കുന്നത് മഹത്വത്തിലാണ്. ശബ്ദമുയർത്തി പറഞ്ഞ അപ്പൻ എവിടെയാണ് വസിക്കുന്നത്? മക്കളും വസിക്കേണ്ടത് മഹത്വത്തിലാണ്. മക്കൾ വസിക്കേണ്ടത് മുറിവുകളിലല്ല. നോ, സഫറിംഗ് ഗോസ്പൽ അല്ല. സ്തോത്രം നമ്മുടെ പ്രമാണം. കേട്ടവരെല്ലാം ആമേൻ പറ. സഫറിംഗ് ഗോസ്പൽ അല്ല, കഷ്ടതയുടെ സുവിശേഷം. നോ, അങ്ങനെയുടെ സുവിശേഷമല്ല സ്തോത്രം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കഷ്ടതയുടെ സുവിശേഷം. ഇത് തേജസ്സിൻ്റെ സുവിശേഷം. തേജസ്സിൻ്റെ സുവിശേഷം. നിങ്ങൾ തേജസ്സിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്, വളരെ കൃത്യമായി. അതുകൊണ്ട് ഇനിമേലാൽ മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മുറിവേൽക്കാനായി നിങ്ങൾക്ക് നിൽക്കാൻ അനുവാദം ഇല്ല. തൊട്ടുപോകൽ പിശാച്, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളെ മറ്റുള്ളവർ സ്തോത്രം തട്ടിക്കളിപ്പാൻ അനുവാദമില്ല. ദൈവ മക്കളാണ്, ദൈവ പൈതലാണ്, അല്ലെങ്കിൽ ദൈവദാസനാണ്. നോ, സ്തോത്രം. ഞാൻ റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഫുട്ബോൾ അല്ല. ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തട്ടി, വേറൊരാൾ ഇങ്ങോട്ട് തട്ടി. നോ, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിൽ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പന് മക്കളെ ശിക്ഷിക്കാം, പക്ഷേ നാട്ടുകാർക്ക് അനുവാദമില്ല. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കട്ടെ. അപ്പൻ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അപ്പൻ തൊടുന്നത്, അപ്പൻ ആവശ്യമില്ലാത്ത തട്ടിക്കളയുന്നത്, നമ്മൾ നേരത്തെ പാടിയതുപോലെ ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കാണ്. സ്തോത്രം. സെയിം ടൈം ഇന്ന് പകൽ നിങ്ങൾക്ക് ചുറ്റും ഈ ദൂത്, ഞാൻ ഈ സെൻറ്റൻസ് പറയുമ്പോൾ, ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും, നിങ്ങൾ അറിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു വലിയ സ്വർഗം കെട്ടുന്നു. ആവശ്യമില്ലാത്ത വാക്കുകൾ ഇട്ട്, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത്, സ്തോത്രം, അതേ ആർക്കും നിങ്ങളെ തട്ടിക്കളിപ്പാൻ, വേദനിപ്പിപ്പാൻ, ആക്രോശിപ്പിപ്പാൻ അനുവാദമില്ല. കാരണം നിങ്ങളാകട്ടെ, ഞാനാകട്ടെ, നമ്മൾ ലോകത്തിൻ്റെ വകയല്ല, നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നു, ദൈവം നിങ്ങളെ നടത്തുന്നു. യേശു കർത്താവ്, അവൻ സ്തോത്രം, അതെ, പല മുറിവുകളിലൂടെ കടന്നുപോയി. യേശു മുറിവുകളിലൂടെ കടന്നുപോയത് നിങ്ങളെ മുറിവേൽക്കണം എന്ന ഉദ്ദേശത്തിലല്ല. നിങ്ങളുടെ മുറിവുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ദൈവത്തിൻ്റെ ഡിവൈൻ ഹീലിംഗ്, യഹോവ റാഫയുടെ സ്പർശനത്താൽ നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. യേശു മുറിവ് തരുന്ന ദൈവമല്ല. യേശു രോഗം തന്ന കൈയടിച്ച് സന്തോഷിക്കുന്ന കർത്താവല്ല. ആർക്കും പറയാൻ കഴിയത്തില്ല, ദൈവമാണ് ഈ രോഗം തന്നത്, ദൈവം സൗഖ്യമാണ് തരുന്നത്. യേശു രോഗം തന്ന് നിങ്ങളെ തകർക്കുന്നവനല്ല, യേശു സൗഖ്യം നൽകി നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ്. കാരണം എൻ്റെ ദൈവം ക്രൂരനല്ല, എൻ്റെ ദൈവം സ്നേഹമാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും നുഖങ്ങൾ, എന്തെങ്കിലും കഷ്ടതകൾ, എന്തെങ്കിലും തിന്മകൾ, ദൈവമാണ് തന്നത്. നോ, സ്തോത്രം. ദൈവം തരുന്നത് തിന്മയല്ല. തിന്മയുടെ പാക്കേജിൽ വന്നാലും അതിനകത്തൊരു നന്മയുണ്ട്. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളും പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. കരങ്ങളെ അടിച്ച് എല്ലാ നല്ല ദാനങ്ങൾക്കായി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു കർത്താവ് മുറിവേറ്റത് ചുമ്മാതല്ല, പകരം സ്തോത്രം, നിങ്ങൾ സൗഖ്യത്തിനും സന്തോഷത്തിനും ജീവിപ്പാൻ വേണ്ടിയാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കരയാൻ എനിക്ക് മനസ്സില്ല. പറ ഒരിക്കൽ കൂടെ, നല്ല ആരോഗ്യത്തോടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ലൗകികമായ സകല വിഷയങ്ങൾ നിമിത്തമുള്ള കണ്ണുനീരിനെ നിങ്ങളിൽ നിന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ദുഃഖപുത്രനല്ല, നിങ്ങൾ ദുഃഖപുത്രിയല്ല. ഒരിക്കൽ കൂടെ, നിങ്ങൾ ദുഃഖപുത്രനല്ല, നിങ്ങൾ ദുഃഖപുത്രിയല്ല. പതിറ്റാണ്ടുകൾ കൊണ്ട് നിങ്ങളെ ആരോ പറഞ്ഞ, ഏതോ പ്രവാചകൻ, ഏതോ ദൈവദാസന്മാർ പറഞ്ഞ പിശാചിന്റെ കള്ളത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊളിക്കുകയാണ്. വിലപിപ്പാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പകരം ദൈവകൃപയാൽ ആശ്വാസത്തിൽ ജീവിപ്പാനും അനേകർക്ക് ആശ്വാസം കൊടുക്കുവാനും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആശ്വാസത്തിൽ ജീവിപ്പാനും
അനേകർക്ക് ആശ്വാസം കൊടുപ്പാനും ക്രിസ്തുവിലുള്ളതായ അനുഗ്രഹം എന്ന് ഞാൻ പറയുമ്പോൾ പണമെന്ന് ഒരിക്കലും ചിന്തിക്കല്ല. കർത്താവിലുള്ള ആത്മീയ അനുഗ്രഹത്തിൽ ജീവിപ്പാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയാണ് യേശു മുറിവേറ്റത്. യേശുവിൻ്റെ 7 മുറിവുകൾ പെട്ടെന്ന് പറയട്ടെ. സ്തോത്രം. ഗത്ശമനയിൽ നിന്ന് ബന്ധിച്ചു ആർച്ചിലൂടെ അവനെ കൊണ്ടുപോയി കയ്യഫാവിൻ്റെ വീട്ടിലിരുത്തി. യെശയ്യാ 50 പറയുന്ന പോലെ, സോറി ഞാൻ റെഫറൻസ് പറയത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അതെ, പ്രവാചകൻ പറയുന്നത് പോലെ എൻ്റെ താടി രോമങ്ങളെ വലിച്ചു പിടിച്ചു, താടി രോമങ്ങളെ പറിച്ചെടുത്തു. യേശു യഹൂദ റബിയാണ്, അതുകൊണ്ട് മനോഹരമായ താടി യേശുവിനുണ്ടായിരുന്നു. ആ താടിയെ വലിച്ചു പറിച്ചപ്പോൾ മുഖം നീര് വെച്ച് വീർത്ത് അവിടെ മുറിവുകളുണ്ടായി. ആ മുഖം കൊള്ളത്തില്ല കേട്ടോ. നീര് വെച്ച് വീർത്ത് മുഖം വിവരണമായി. മോൻ കൊള്ളത്തില്ലെങ്കിൽ കാണിക്കാൻ കൊള്ളത്തില്ല, മോൻ കാണിക്കാൻ കൊള്ളത്തില്ല. ഞാനവരെ മോൻ കാണിക്കത്തില്ല. അവിടെ ആ കൂടി വരവിൽ ഒത്തിരി പേരുണ്ടല്ലോ, അവിടെ ഞാൻ പോകത്തില്ല. ആ കല്യാണ വീട്ടിൽ ഞാൻ പോകത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മോൻ കാണിക്കത്തില്ല. എന്നെ അവർ കാണണ്ട എന്ന് പറഞ്ഞ് ഇൻട്രോവെട്ടായി മറ്റാരെയും കാണിക്കാതെ നിങ്ങൾ ഓടിപ്പോകുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനപാത്രരായിട്ടല്ല, ഈ പട്ടണത്തിലെ ലോകത്തിലായിരിക്കുന്ന സ്ഥാനത്ത് തല കുനിഞ്ഞല്ല, നിങ്ങളെ തല ഉയരുവാൻ, മറ്റുള്ള മുൻപിൽ തല കുനിഞ്ഞ് നിങ്ങൾ ജീവിക്കാതെ, മറ്റുള്ള മുൻപിൽ നിങ്ങളെ തല ഉയർത്തി ജീവിപ്പാൻ, മറ്റുള്ള മുമ്പിൽ നിങ്ങൾ അവഹേളനത്തിൽ ജീവിക്കാതെ, അപമാനത്തിൽ ജീവിക്കാതെ, ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ തല ഉയർത്തപ്പെടുവാൻ യേശു കർത്താവ് കയ്യഫാവിൻ്റെ നടുമുറ്റത്ത് വെച്ച് അവന് മുറിവേറ്റു. കർത്താവിൻ്റെ താടി രോമങ്ങൾ, സ്തോത്രം, അതെ വലിച്ചു പിടിച്ചത് വിദ്യാഭ്യാസമായി, പ്രൊഫഷനായി, ശുശ്രൂഷയായി, ഭൗതികമായി, ആത്മീയമായി, തലമുറകളായി ഒരു വിഷയത്തിൽ പോലും നിങ്ങളുടെ തല കുനിയാതിരിപ്പാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇനിമേലാൽ നിങ്ങൾക്ക് തല കുനിയുവാൻ കഴിയത്തില്ല. മാത്രമല്ല ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളുടെ തല ഗംഭീരമായി ഉയർത്തപ്പെടുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുതിയെടുക്കണം, കാണാതെ പഠിക്കണം. എല്ലാവരോടും പറയണം, ഒരു വിഷയത്തിൽ പോലും എൻ്റെ തല ഉരുളത്തില്ല, പകരം ഉയരത്തേയുള്ളൂ. തല ഉരുളുവാനല്ല ദൈവം വിളിച്ചത്, തല ഉയരുവാൻ കർത്താവ് വിളിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ താടിരോമം വലിച്ചു പിടിച്ചു, വിവരണമായി. സ്തോത്രം. 1-ാമത്തെ മുറിവ്. 2-ാമത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പീലാത്തോസിൻ്റെ അരമനയിൽ കൊണ്ടുപോയി പൂച്ചവാൽവടി എന്നാണ് ആ ചാട്ടവാറിൻ്റെ പേര്. എൻ്റെ പേര് പൂച്ചവാൽവടി. പൂച്ച ഇഷ്ടമില്ലാത്ത ആരൊക്കെ ഉണ്ടായിരിക്കാം, പൂച്ചയല്ല വിഷയം. ആ സ്തോത്രം ചാട്ടവാർ കൊണ്ട് യേശുവിനെ 39 പ്രാവശ്യം അടിച്ചു. 39 പ്രാവശ്യം ഉണ്ടായതായ ആ മുറിവിൻ്റെ പേരാണ് അടിപ്പിണർ. എല്ലാവരും പറഞ്ഞ മക്കളെ, അടിപ്പിണർ. എന്താ ആ അടിപ്പിണറിൻ്റെ പ്രയോജനം എന്താണ്? അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. സ്തോത്രം. സൗഖ്യം വരുന്നു എന്നല്ല, 6 മാസം കൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഷ്ടപ്പെട്ടിട്ട് സൗഖ്യം വരുന്നു എന്നല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് പകൽ ഈ ദൂത് കേട്ടിട്ടിരിക്കുമ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. പ്രാപിച്ചാട്ടെ. ഇന്ന് പകൽ ഈ ദൂത് കേട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ സൗഖ്യം വന്നിരിക്കുന്നു. അസ്ഥിയിൽ, മജ്ജയിൽ, മാംസത്തിൽ, ത്വക്കിൽ, ഞരമ്പിൽ, ബാഹ്യ അവയവങ്ങളിൽ, ആന്തരിക അവയവങ്ങളിൽ ഉള്ളതായ സകല രോഗങ്ങളുടെ അതിൻ്റെ ബ്രാഞ്ചല്ല, അതിൻ്റെ വേര് വരെ കർത്താവ് എടുത്തു മാറ്റി. ഇങ്ങനെയുള്ളൊരു കാര്യം നിന്റെ സിസ്റ്റത്തിലില്ല, നിന്റെ ബോഡിയിൽ അതില്ല. ഫ്രീ ഇൻ ജീസസ് നെയിം. ശരീരത്തിന് സൗഖ്യമാകാൻ സംഗീതക്കാരൻ പറയുന്നു, തകർന്ന മനസ്സിനെ സൗഖ്യമാക്കാൻ. പ്രവാചകൻ പറയുന്നു, ആത്മീയ പിന്മാറ്റത്തിൽ നിന്ന് സൗഖ്യമാക്കാൻ യേശു ആടിപ്പിണർ ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരം എന്താണ്? കർത്താവിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. ഒരു ബലഹീനതയ്ക്ക് ആത്മമണ്ഡലത്തിൽ സ്തോത്രം മനസ്സിൽ ശരീരത്തിലിരിപ്പാൻ കഴിയത്തില്ല. അവൻ നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഖമാൺ, ദൈവിക ശുഭതയിലേക്ക് സ്വാഗതം. ഖമാൺ, ഒരിക്കൽ കൂടെ ദൈവിക ശുഭതയിലേക്ക് സ്വാഗതം, ദൈവത്തിൻ്റെ സൗഖ്യത്തിലേക്ക് സ്വാഗതം. കം, receive that. By the stripes of Jesus we are healed.
ഹല്ലേലൂയ. പിള്ളേരെയൊക്കെ ഡെയിലി പിടിച്ചു വെച്ച് വലുതും ചെറുതുമായ മക്കൾ വിളിച്ചിട്ട് പറയുന്ന കർത്താവിൻ്റെ സ്തോത്രം ആടിപ്പിണരാൽ മക്കളെ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വയസ്സായി വരുന്ന മാതാപിതാക്കളെ തൊട്ടിട്ട് സ്തോത്രം മക്കളും തിരിച്ചു പറയണം, സ്തോത്രം എൻ്റെ അപ്പൻ എൻ്റെ അമ്മ രോഗിയായി കിടക്കുന്നത് ഞാൻ കാണത്തില്ല, സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ സൗഖ്യത്തിൻ്റെ ശബ്ദം, സൗഖ്യത്തിൻ്റെ ശബ്ദം, സൗഖ്യത്തിൻ്റെ ശബ്ദം. യെസ് യെസ്, നിറയട്ടെ 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 നിറയട്ടെ. കൈയടിക്കുന്നവർ നന്നായി കൈയടിച്ചു. സൗഖ്യം നിറയട്ടെ. സ്നേഹത്തിൻ്റെ മുറിവുകൾ ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ സ്തോത്രം മുൾക്കിരീടം വെച്ചു. മൂന്നാമത്തെ മുറിവ്, തലയിൽ മുൾക്കിരീടം വെച്ച് ഒരു തടിയെടുത്ത് ആ മുൾക്കിരീടത്തെ അടിച്ചിറക്കി ആ തലയോടിൻ്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിക്കാണും. പൊട്ടിയില്ലെങ്കിൽ തന്നെ സ്തോത്രം മുള്ളുകൾ തല ചോറിലേക്ക് അല്ലെങ്കിൽ തലയോട്ടിലേക്ക് ആഴ്ന്നിറങ്ങി. മുള്ളുകൾ തലയോട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയത് ആ മുള്ള് ശാപത്തെ കുറിക്കുന്നു. ശാപം തന്നതായ സ്തോത്രം വ്യസനങ്ങൾ, ശാപം തന്നതായ തകർച്ചകൾ, സ്തോത്രം അതിൽ നിങ്ങൾ കഴിയാതെ, വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ ജാതിയാകട്ടെ പ്രദേശമാകട്ടെ, ഒരു ശാപത്തിന് നിങ്ങൾ ജീവിക്കാതെ പകരം കർത്താവിൻ്റെ അനുഗ്രഹം ചുമക്കുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹം ചുമക്കുവാൻ നിങ്ങളുടെ മുറിവുകളെ കർത്താവ് ഏറ്റെടുത്തു. കേൾക്കണം, പലതരത്തിലുള്ള ശാപമുണ്ട്, പലതരത്തിലുള്ള ശാപമുണ്ട്. ആ ശാപത്തിൽ ഒരെണ്ണം പെട്ടെന്ന് പറയട്ടെ, ഈ വിഷയമായിട്ടുള്ള ബന്ധത്തെ ലിവിങ് ഇൻ പെയിൻ, വേദനയിൽ ജീവിക്കുകയാണ്. എനിക്ക് കരയണം, എനിക്ക് കരയണം, ഒരു കാര്യവും കാണത്തില്ല, പക്ഷേ എനിക്ക് കരയണം. കരയുന്നതാണ് ഒരു സുഖം. ചിലർക്ക് കരയുന്നതാണ് ഒരു സുഖം. സ്തോത്രം. അർത്ഥം നീ ജീവിക്കുന്ന വീട്ടിലല്ല, ശാപത്തിലാണ്. കരയുന്നതാണ് എനിക്ക് സുഖം. എനിക്ക് ചുമ്മാ ഇരുന്നാലും കരയാൻ തോന്നുന്നു. കരയുന്നതാണ് സുഖം. അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സ്തോത്രം, നിന്നെ കരയിപ്പിച്ച് സന്തോഷിക്കുന്ന പിശാച് ചിരിക്കട്ടെ. ഒരിക്കൽ കൂടെ, നിങ്ങളെ കരയിപ്പിച്ച് സന്തോഷിക്കുന്ന പിശാച് ചിരിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കും. കാരണം അവൻ്റെ സന്നിധികൾ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ സാത്താൻ കരയും. ശബ്ദമുയർത്തി പറഞ്ഞേ, ഞാൻ ചിരിക്കും, സാത്താൻ കരയും. പ്രശ്നം സോൾഡ്. ആശീർവാദം പറഞ്ഞു വിടാം എനിക്ക്. സ്തോത്രം. നിങ്ങൾ ഇന്ന് മുതൽ ചിരിക്കണം. മക്കളെ, പ്രശ്നമുണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്ത? പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ജയമുണ്ട്. പിന്നെ എന്തിനാണ് ചുമ്മാ കരയുന്നത്? സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞോ? അപ്പച്ചൻ്റെ അമ്മയെ കരഞ്ഞോ? ആരാധന സമയത്ത് കരഞ്ഞോ? കാരണം ക്രൂസിലെ ത്യാഗോർത്ത് കരഞ്ഞോ? നോ പ്രോബ്ലം. ദൈവത്തിന് മുൻപിൽ കരഞ്ഞോ? പെർമിഷൻ തന്നൊക്കെയാണ്. ദൈവത്തിന് മുൻപിൽ കരയാത്ത ഒരു കുട്ടി പോലും ഇതിനകത്തുണ്ടാകില്ല. ദൈവത്തിന് മുൻപിൽ കരഞ്ഞോ? നോ പ്രോബ്ലം. കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞോ? അവൻ നിൻ്റെ കണ്ണുനീരിനെ സ്തോത്രം തുരുത്തിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവനാണ്. അവൻ നിൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന, അവനെ ഞാൻ കരയിപ്പിച്ച്, അവളെ ഞാൻ കരയിപ്പിച്ച് എന്ന് കൈയടിച്ച് ചിരിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല ദൈവം. പകരം സ്തോത്രം, അവൻ നമ്മെ കരയിപ്പിക്കുന്നത്, അവൻ നമ്മെ കണ്ണുനീര് അനുവദിച്ചെങ്കിൽ സ്തോത്രം മനസ്സിലാക്കണം, ആ കണ്ണുനീരിന് മഹാപ്രതിഫലമുണ്ട്. നിങ്ങൾ കരഞ്ഞ ഓരോ വിഷയങ്ങൾക്കും പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഒക്കെ കണ്ണുനീരിൽ ജീവിച്ച വ്യക്തികൾ, കുടുംബങ്ങൾ തിരിച്ചറിയണം, മഹാപ്രതിഫലം ദൈവകൃപയാൽ വന്നിട്ടിരിക്കുന്നു. നിങ്ങൾ ശാപത്തിലല്ല ജീവിക്കേണ്ടത്. നാലാമതായി ഞാൻ പറയട്ടെ, അവൻ്റെ കൈമുട്ടുകളിൽ, കാൽമുട്ടുകളിൽ മുറിവുകളുണ്ടായി. കാരണം ഭാരമേറിയ ക്രൂശുമായി 1 കിലോമീറ്റർ 200 മീറ്റർ മരുഭൂമി, ഇസ്രായേൽ യെരുശലേമിൻ്റെ തെരുവിലൂടെ അവൻ നടന്നു. ഭാരമേറിയ മരക്കുരിശുമായി യേശു കർത്താവ് സ്തോത്രം ആ തെരുവിലൂടെ നടന്നപ്പോൾ 9 അടി നീളവും 6 അടി വീതിയുമെന്ന് ആരാണ്ടിങ്ങനെ സ്തോത്രം അത് എഴുതി വെച്ചു. ഭാരമേറിയ മരക്കുരിശുമായി നടന്നപ്പോൾ എൻ്റെ പാദങ്ങൾ വിറച്ച് വീണും എഴുന്നേറ്റും യേശു കർത്താവ് സ്തോത്രം നടന്നു. ഇതെന്തെന്നറിയോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പതറിപ്പോകാതിരിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്തോത്രം പാതയിൽ നിങ്ങൾ പതറാതെ. പല കുരിശുകൾ നിങ്ങളുടെ മേൽ വീഴും, പല പ്രോബ്ലംസ് വരും. പക്ഷേ അവിടെ വെച്ച് നിങ്ങൾ തീർന്നു പോകാതെ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് കേട്ടിട്ടിരിക്കുമ്പോൾ ഏതോ തകർച്ചയിൽ വീണുപോയ ആരെയോ പരിശുദ്ധ ആത്മാവ് താങ്ങി ദൈവകൃപയാൽ എഴുന്നേൽപ്പിക്കുകയാണ്. ഇനിയുമുണ്ട്, ലൈഫ് ഇനിയുമുണ്ട്, നന്മകൾ ഇനിയുമുണ്ട്, വിടുതലുകൾ ഇനിയുമുണ്ട്. എത്തേണ്ട സ്ഥാനത്ത്, എത്തേണ്ട സമയത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. കമോൺ, ഒരിക്കൽ കൂടെ, എത്തേണ്ട സ്ഥാനത്ത്, എത്തേണ്ട സമയത്ത് നിങ്ങൾ എത്തും.
നിങ്ങളെന്ന് മാത്രമല്ല, എത്തേണ്ട സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കും. അതിനുവേണ്ടി കർത്താവ് സ്തോത്രം വീണിട്ടും അവൻ എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റപ്പോൾ കാൽ മുട്ടിൽ കൈമുട്ടിൽ അവന് മുറിവുകളുണ്ട്. നമ്മളിന്ന് പകൽ അതിനെ നോക്കി പറയും സ്നേഹത്തിൻ്റെ മുറിവുകൾ. ലൈഫിൽ കമോൺ സ്തോത്രം, ഇറ്റ്സ് എ വോയേജ്. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ പല മുറിവുകളുണ്ട്. പക്ഷേ ആ മുറിവുകളിൽ പെട്ട് നമ്മൾ തീർന്നു പോകത്തില്ല, ആ പ്രോബ്ലത്തിൽ വീണ് പോകത്തില്ല. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഒരു മുറിവുണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് പറയുന്നു, നോ, ഇതിൽ നീ അവസാനിക്കത്തില്ല. വീണ്ടും വീണ്ടും നീ നിൽക്കുകയല്ല, അവൻ നിന്നെ നിർത്തുകയാണ്. നീ നടക്കുകയല്ല, അവൻ നിന്നെ നടത്തുകയാണ്. നീ പോകുകയല്ല, അവൻ പറയും നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട കുഞ്ഞെ, ഞാൻ നിന്റെ കൂടെ വരികയാണ്. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ നിന്റെ കൂടെ വരികയാണ്. ഞാൻ നിന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ബലപ്പെടുത്തുവാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ലൈഫ് കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് മുന്നിലേക്ക് പോകേണ്ടതല്ല. ലൈഫ് എന്ന് പറയുന്നത് ജയിച്ചു മുന്നേറാനുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ എൻ്റെ നോക്കി സ്തോത്രം ജയോത്സവമായി ദൈവങ്ങൾ വഴി നടത്തുവാൻ വേണ്ടി പോകുന്നു. പുസ്തകം പറയുന്നു ക്രിസ്തുവിൽ നോക്കിയ മക്കളെ എന്തുവാ ജയോത്സവമായി, ട്രയംഫന്റ് വിക്ടറി, ജയോത്സവമായി നിങ്ങൾ നടക്കേണ്ടതിന് യേശു കർത്താവ് ക്രൂശിൽ മുന്നിലേക്ക് പോയപ്പോൾ അവന് മുറിവേറ്റു. ആറാമതായി സ്തോത്രം അഞ്ചാമതായി എൻ്റെ കൈകൾ തുളച്ചു. എൻ്റെ കൈകളിലൂടെ സ്തോത്രം ആണികൾ കടന്നുപോയി. 6 ഇഞ്ച് നീളമുള്ള ആണി, 1.5 അടി നീളമുള്ള ആണി. കൈ വെള്ളയിലല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ബോഡി നിലത്ത് വീണേ. ഈ കൈ വെള്ളയിലുള്ള ഈ സോഫ്റ്റ് മസിൽ കീറപ്പെട്ടിട്ട് ബോഡി നിലത്ത് വീണ. പക്ഷേ കൈ തണ്ടയിൽ അടിച്ചിറങ്ങി. ഈ വെയിൻ ആർട്ടറി സ്തോത്രം തകർക്കപ്പെട്ടു. ആർട്ടറി തകർന്നാൽ കൈ തളർന്നു പോകും, കൈ തളർന്നു പോകും. പ്രാർത്ഥനയിൽ തളർന്നു പോയ ആരെങ്കിലും ഉണ്ടോ? ദൈവവേല ചെയ്ത് തളർന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പോലെ എല്ലാ തളർച്ചകളും മാറട്ടെ. പിന്നെയും പ്രാർത്ഥിപ്പാൻ, പിന്നെയും അധ്വാനിപ്പാൻ, പിന്നെയും പഠിക്കുവാൻ, പിന്നെയും ചെയ്യേണ്ടത് ചെയ്യുവാൻ ആരെയോ ദൈവം ബലപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ബലം തീർന്നു. പക്ഷെ ദൈവത്തിൻ്റെ കഴിവും ദൈവത്തിൻ്റെ ബലവും നിങ്ങളുടെ വീണ്ടും ആരംഭിക്കുകയാണ്. ഓ കമാൻ ഹല്ലേലൂയ. ഇന്ന് പകൽ മുതൽ ഇനി ആരംഭിക്കുന്നത് നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ പെർഫോമൻസ് അല്ല. എവിടെയാണോ നിങ്ങൾ തോൽക്കുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ജയം ആരംഭിക്കുന്നത്. ഓ ലെറ്റ് മീ ടെൽ യു വൺ മോർ ടൈം. എവിടെയാണോ നിങ്ങൾ തോൽക്കുന്നത്, ഞാനിന്ന് പകൽ ഈ ശുശ്രൂഷിക്കുമ്പോൾ ഇത് എൻ്റെ കഴിവല്ല, നോവേ. എവിടെയാണോ നിങ്ങൾ തോൽക്കുന്നത് അവിടെയാണ് കർത്താവിൻ്റെ കഴിവ് നിങ്ങളിൽ ആരംഭിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശുശ്രൂഷകൾ ഒന്നിലും നിങ്ങൾ കഴിവ് കേട് നിന്നെക്കൊണ്ട് പറ്റത്തില്ല കുട്ടി, നിന്നെക്കൊണ്ട് കഴിയത്തില്ലടാ, നിന്നെക്കൊണ്ട് കഴിയത്തില്ലടി, നീ കഴിവ് കെട്ടവനാണ് എന്നാരും പറയാതിരിപ്പാൻ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറവ. കർത്താവിൻ്റെ കഴിവ് നിങ്ങളുടെ വെളിപ്പെടുവാൻ അവൻ്റെ കരങ്ങൾ തകർക്കപ്പെട്ടു. മനസ്സിലാക്കണം. തുടർന്നുള്ള എക്സാമിനേഷനിൽ, ഇൻ്റർവ്യൂവിൽ, പ്രോജക്റ്റുകളിൽ, എല്ലാ കാര്യങ്ങളും, എല്ലാ പ്ലാറ്റ്ഫോമുകൾ, അതുകൂടെ പറയട്ടെ, പ്ലാറ്റ്ഫോമുകൾ വെളിപ്പെടുന്നത് നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ പെർഫോമൻസ് അല്ല, കർത്താവിൻ്റെ കഴിവ് നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി അവൻ്റെ കരങ്ങൾ തകർക്കപ്പെട്ടു. സിംഹത്തിന്മേലെ ആണലിമേലെ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ച് കളയാം. അന്ധകാരത്തെ ജയിച്ചു മുന്നേറുവാൻ, പാപത്തെ ജയിപ്പാൻ, പ്രലോഭനങ്ങൾ ജയിപ്പാൻ യേശു കർത്താവിൻ്റെ പാദം സ്തോത്രം ആണിയാൽ തകർക്കപ്പെട്ടു. അതുകൊണ്ട് തോറ്റ് എന്തെങ്കിലും വശീകരണങ്ങളിൽ, എന്തെങ്കിലും വൈതരണികൾ, എന്തെങ്കിലും ആകർഷണങ്ങൾ, അവിടെ നിങ്ങൾ സ്റ്റക്കാകാതെ വീണ്ടും അതിനെ കുടഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ, പ്രലോഭനങ്ങളുണ്ട്. വീണുപോയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. സാത്താൻ പല പഴത്തിൽ വിഷവും വെച്ച് സ്തോത്രം ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം പഴത്തിൽ വിഷം വെച്ചെന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയിൽ അതാണ്. ആ കൊടുത്ത പഴത്തിനകത്ത് ഒരു വിഷം ഉണ്ടായിരുന്നു. ചില തരുന്നതെല്ലാം പെട്ടെന്ന് മേടിച്ച് കഴിക്കല്ലേ, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ വരമാണ് വിവേചനം എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, വിവേചനം. ഒരാൾ സ്തോത്രം പരിചയമില്ല, അല്ലെങ്കിൽ അകന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് അടുത്തോ അയ്യോ ഭയങ്കര ആവശ്യത്തോടെ ഉടനെ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ പെട്ടെന്ന് വന്നത്, എന്തോ ഉദ്ദേശം, സദുദ്ദേശം അല്ലല്ലോ. സദുദ്ദേശമെങ്കിൽ എന്നും എപ്പോഴും ഒരു ബാലൻസ് റിലേഷൻ കാണും.
ഇത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു ആവേശത്തോടെ വരുന്നെങ്കിൽ നമുക്ക് നാളെ അവരെ പരവേശം തരാൻ പോവുക. ആവേശത്തോടെ ആരെങ്കിലും നമ്മളോട് അടുക്കുന്നെങ്കിൽ നാളെ പരവേശം തരേണ്ട വ്യക്തിയാണ് അത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ വരമാണ് വിവേചനമെന്ന് പറയുന്നത്. അങ്ങനെ കുടഞ്ഞു കളയേണ്ടത് ഒരു എക്സാമ്പിൾ പറയട്ടെ. മാൾട്ടാ ദ്വീപിൽ പൗലൂസ് എത്തി. പൗലൂസ് കടലിൽ നിന്നാണ് സ്തോത്രം അത് നീന്തിക്കയറി വന്നത്. പൗലൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോസ്തലനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോസ്തലൻ അവിടെ നിന്ന് വാ ചെയ് പോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സൂപ്പർവൈസ് ചെയ്യല്ല. അപ്പോസ്തലൻ അവിടെ നിന്നിട്ട് ഞാൻ ലീഡർ, നിങ്ങളെല്ലാം എൻ്റെ അടിമ ചെയ്തോ എന്ന് പറയുകയല്ല. മറ്റുള്ളവരുടെയും തണുപ്പ് മാറ്റാൻ ഈ അപ്പോസ്തലൻ കുനിയുന്നു, വിറകെടുക്കുന്നു, തീ കൂട്ടുന്നു. തീയിൽ വെള്ളം ഒഴിക്കുന്നവനല്ല അപ്പോസ്തലൻ. എന്തുവാ? തീ കൂട്ടുന്നവനാണ് അപ്പോസ്തലൻ. മറ്റുള്ളവരുടെ തണുപ്പ് മാറ്റുന്ന ആ പൗലോസിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ഒന്ന് കൂട്ടിത്താ, ഞാനൊന്ന് കിളി, അതല്ല പൗലോസ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ നിങ്ങളെ തണുപ്പ് മാറ്റട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ തന്ന അനുഗ്രഹം ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല, നിങ്ങൾ തന്ന പൈസ ഇങ്ങോട്ട് പോരട്ടെ. നോ, ഞാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. അപ്പോസ്തലൻ സ്തോത്രം 14 ദിവസമായിട്ട് വെള്ളമില്ല, വെളിച്ചമില്ല, ആഹാരമില്ല, ഒരു വല്ലാത്ത പരുവത്തിലാണ് വന്നത്. പക്ഷേ എന്നിട്ടും ആ പുള്ളിയുടെ ഉത്സാഹം നോക്കുക. ഞാൻ പറയട്ടെ, ഉത്സാഹികൾക്ക് മാത്രമേ ഉണർവിനെ ചുമക്കാൻ കഴിയത്തുള്ളൂ. ഉത്സാഹികൾക്ക് മാത്രമേ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ഉത്സാഹികൾ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. എല്ലാ ലേസിനസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, പകൽ ഉറക്കം വേണ്ട. പെട്ടെന്ന് പറഞ്ഞേ. ഉത്സാഹികൾക്ക് മാത്രമേ അനുഗ്രഹം ചുമക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പൗലോസ് കുനിഞ്ഞു, വിറകെടുത്തു, സ്തോത്രം, തീയിലിട്ടു. തീ ഇങ്ങനെ കൂട്ടി വിറകെടുക്കുമ്പോഴേക്കും അതിൽ ഒളിച്ചിരുന്ന ഒരു അണലി വന്ന് സ്തോത്രം തൻ്റെ കയ്യിൽ പറ്റി. എനിക്ക് അണലി ഉണ്ട്, എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് PhD ഉണ്ട് എന്ന് പറയുന്ന പോലെ സ്തോത്രം എനിക്കിതാ പോരാട്ടം എന്ന് പറഞ്ഞാണോ പൗലോസ് നടന്നേനോ? അണലി കടിച്ച ഉടനെ അവൻ അതിനെ കുടഞ്ഞു കളയേണ്ടതിനെ, നമുക്ക് പ്രയോജനമില്ലാത്തതിനെ, നമുക്ക് നന്മ തരാത്തത്, നമുക്ക് ആശ്വാസം തരാത്തത്, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്ന എന്തൊക്കെ കുടഞ്ഞു കളയുന്നേ. ഓൺസ് ഫോർ എവർ. എന്നിട്ട് പറ പമ്പേ, നീ അവൻ കൂട്ടിയ തീയിൽ അവൻ അതിനെ കുടഞ്ഞു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ കടിക്കുന്ന വല്ല പാമ്പുണ്ട്, നിന്റെ അവസാനത്തെ കടിയായിരിക്കും അത്. അപ്പോസ്തലൻ ചത്തില്ല, പക്ഷെ പാമ്പ് തീർന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതാണ് ലൈഫ്. നിങ്ങൾ മുറിവിലല്ല ജീവിക്കേണ്ടത്, കണ്ണുനീരിലല്ല ജീവിക്കേണ്ടത്. നിന്നെ ഞാൻ ദണ്ണിപ്പിക്കട്ടെ എന്ന് ആരെങ്കിലും പറയുന്ന അവൻ്റെ പേര് ഭർത്താവല്ല, ഭൂതമാണ്. അവനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ ഏജൻ്റാണ് അത്. ഞാൻ പറഞ്ഞു, ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അവൻ മുറിവേറ്റു, അവൻ്റെ കാലുകളിൽ മുറിവേറ്റു, അവൻ്റെ വശത്ത് മുറിവേറ്റു. സ്തോത്രം. അവൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു. എന്തിനെന്നറിയാമോ? നിങ്ങൾ ഹൃദയം തകരാത്തവരായി ജീവിപ്പാൻ. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡോണ്ട് ബി ബ്രോക്കൺ ഹാർട്ടഡ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഹൃദയം തകർന്നല്ല ജീവിക്കേണ്ടത്. കാരണം ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ വാരും യേശു നായക, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. നമുക്ക് ഹൃദയമില്ല. പോസിറ്റീവായി പറയട്ടെ, നമ്മൾ ഹൃദയമില്ലാത്തവരാ. അർത്ഥം, നമ്മുടെ ഹൃദയം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് യേശുവിന് കൊടുത്തു. ഒരിക്കലൂടെ നമുക്കൊരു ഹൃദയം ഉണ്ടായിരുന്നു, അത് യേശുവിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഹൃദയമില്ല. അപ്പോൾ യേശുവിന് ഹൃദയം കൊടുത്താൽ യേശു ഇനി ആ ഹൃദയത്തെ തകർക്കാൻ ഏൽപ്പിക്കത്തില്ല. ഈ റോങ് പീപ്പിൾ, തെറ്റായ ആൾക്കാർക്ക് ഹൃദയം കൊടുത്താൽ അവൻ അതിനെ തകർത്ത് കളയും.
തെറ്റായ ആൾക്കാരുടെ കയ്യിൽ ആ ബോയ് ഫ്രണ്ടിന്, ഗേൾ ഫ്രണ്ടിന്, ആ പെണ്ണും പിള്ളയ്ക്ക് ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂ നന്നായിരിക്കുന്നു, പെട്ടെന്ന് അവരതിനെ തകർത്ത് കളയും. യു കനോട്ട് ഗീവ് യുവർ ഹാർട്ട് ടു ദ റോങ് പീപ്പിൾ. നിങ്ങൾക്കൊരിക്കലും തെറ്റായ വ്യക്തികളുടെ കയ്യിൽ നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹൃദയം മുറിവേറ്റവന്, ഹൃദയം തകർന്നവൻ പറയും, ഓ ഇത് ഹൃദയമാണ്, ഇത് മുറിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിൻ്റെ ഹൃദയം അവന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു വിഷയങ്ങളും ഉടയാതെ ദൈവകൃപയാൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കാം. ഹൃദയം തകരാത്തവരായി ദൈവം നടത്തട്ടെ. രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സോ യേശു കർത്താവിൽ വെളിപ്പെട്ടതായ സ്നേഹത്തിൻ്റെ മുറിവുകൾ നമുക്ക് കാണാൻ കഴിയും. അവനിൽ കാണുന്ന സ്നേഹത്തിൻ്റെ മുറിവുകൾ. പക്ഷേ അവൻ മുറിഞ്ഞു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനങ്ങ് ഷാറ്ററായി, തകർന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു സ്തോത്രം പഠനമുണ്ട്, ഗൂഗിളിൽ കിടപ്പുണ്ട്, ചെന്ന് നോക്കിയാട്ടെ. ആദിമ നൂറ്റാണ്ടിലെ BC 32 അല്ലെങ്കിൽ AD 32 ക്രൂശീകരണം എന്താണ്? സോ അന്നത്തെ ക്രൂശീകരണം അനുസരിച്ച് അവൻ മുറിവേറ്റു എന്ന് പറയുന്നതിനേക്കാൾ അവനങ്ങ് ചെതറി. ഒരു മൺപിഞ്ഞാണം നന്നായി നിലത്ത് വീണ് ചെതറുന്നത് പോലെ, ഒരു പ്രിസത്തിൻ്റെ ഗ്ലാസ്, ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് നിലത്ത് വീണ് 100 കണക്കിന് പീസായി ചെതറുന്നത് പോലെ ഒരു ചെതറിയ ശരീരം. എന്താ ഞാൻ പറയുന്നത്? ചെതറിയ ശരീരം. നിങ്ങളുടെ ലൈഫ് ചിതറാതെ ഇരിപ്പാൻ. ഏത് ദിശകളിൽ വലിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ, സ്തോത്രം, ഏത് വിഷയങ്ങൾ വന്നാലും അത് കഴിഞ്ഞ തലമുറ മുതൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് വരുന്ന പ്രശ്നങ്ങളെങ്കിലും ആ പ്രശ്നങ്ങളെ നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ യേശു കർത്താവ് പറഞ്ഞു, മക്കളെ നീ തകരണ്ട, നിൻ്റെ തകർച്ച ഞാനങ്ങ് ഏറ്റെടുത്തു. ഞാൻ നിൻ്റെ തകർച്ച ഏറ്റെടുത്തു. യേശു ക്രൂശിന്മേൽ നിങ്ങളുടെ തകർച്ച ഏറ്റെടുത്തിട്ട് അവൻ നിങ്ങളെ പണിയുകയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ പണിയുന്നതിനായി സ്തോത്രം. എങ്കിലും മനസ്സിലാക്കണമേ, യു കനോട്ട് അവോയ്ഡ് ദ വൂൺസ്. മുറിവുകൾ ഉണ്ടാകും. ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകും. മുറിവുകൾ ഉണ്ടാകും. സഹവിശ്വാസികളിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്ന് ഒക്കെ സ്തോത്രം മുറിവുകളുണ്ടാകും. ഒരുപക്ഷെ സ്തോത്രം അത് ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്തോത്രം മഞ്ഞപ്പത്രങ്ങൾ ആഘോഷിച്ച, ഏറ്റവും കൂടുതൽ മറ്റും കാര്യങ്ങൾ നടന്ന ഒരു ദൈവദാസനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ മുറിവുകളെ കർത്താവ് നൽകുന്നത്? നമ്മുടെ മാതൃക ഏതോ ഡിസ്ട്രിക്ട് പാസ്റ്ററോ, സെൻട്രൽ പാസ്റ്ററോ, ഫേവറേറ്റ് പ്രീച്ചറോ, ഇൻ്റർനാഷണൽ ദൈവദാസനോ അല്ല. നമ്മുടെ മാതൃക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ കർത്താവായ യേശു അത്രേ. അറിയാമെന്നുള്ളതുപോലെ വേദപുസ്തക പ്രകാരം നിങ്ങൾ ജീവിച്ചു, അറിയാമെന്നുള്ളതുപോലെ ദൈവവചനം അനുസരിച്ചു, അറിയാവുന്നതുപോലെ ദൈവത്തെ സ്നേഹിച്ചു, സേവിച്ചു. പക്ഷേ എന്നിട്ടും ദൈവം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുറിവുകൾ വരുത്തുന്നത്? കേൾക്കണം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മുറിവേറ്റു എങ്കിൽ ദൈവം ആ മുറിവ് അനുവദിച്ചു എങ്കിൽ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ തലയിൽ 19,812 രോമമുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. സോ നിങ്ങളുടെ തലയിലെ ഓരോ രോമങ്ങളും ദൈവം അക്കമിട്ട് അറിഞ്ഞിരിക്കുന്നു. ഈ മുന്നിലെ രോമത്തിന് ദൈവത്തിൻ്റെ ഡയറി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അക്കമുണ്ട്, ഒരു നമ്പറുണ്ട്. ഇത് എത്രയെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയത്തില്ല, ദൈവത്തിന് അറിയാം. ഈ സെൻട്രലിലുള്ളതായ സ്തോത്രം, അതെ, ഇതിനൊരു നമ്പറുണ്ട്. ഈ സൈഡിലുള്ളതിനും പിന്നിലുള്ളതിനൊക്കെ ഓരോ നമ്പറുണ്ട്. അർത്ഥം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ മുറിവുകൾ വരുന്നത്. ദൈവം അനുവദിച്ചിട്ട് ഒരു മുറിവ് വരുന്നെങ്കിൽ അതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. യെസ്, അതിനൊരു ഉദ്ദേശമുണ്ട്. അതൊരിക്കലും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. അറിഞ്ഞിട്ടാണോ കൈയടിക്കുന്നത്? ദൈവം ഒരു മുറിവ് നിങ്ങളുടെ ലൈഫിൽ അനുവദിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാരെല്ലാവരും കൂടെ അടച്ച് റൂമിനകത്തിരിക്കുക. യവന്മാർ വിചാരിക്കുന്നത്, അയ്യോ ഞങ്ങളുടെ ഭാവി എല്ലാം തീർന്നു, ഞങ്ങളുടെ ജീവിതം എല്ലാം തീർന്നു. ബിസിനസ്സും വിട്ടിട്ട് ഈ ഗുരുവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ്. ഈ പ്രാസംഗിൻ്റെ പിന്നാലെ പത്രോസ് പറയും, പത്രോസിന് ഫിഷറീസ് കമ്പനി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഫിഷറീസ് കമ്പനി. പലപ്പോഴും സ്തോത്രം പ്രീച്ചേഴ്സ് ശിഷ്യന്മാരെ പാവപ്പെട്ടവരാക്കി, ദരിദ്രരാക്കി അങ്ങ് പ്രസംഗിക്കാറുണ്ട്. അതൊരു സുഖം. മറ്റുള്ളവനെ ചെറുതാക്കി പറയുന്നത് ഒരു സുഖം.
നിങ്ങൾ മിണ്ടുന്നില്ല. മറ്റുള്ളവനെ കൊച്ചാക്കിയും നമ്മളെ മഹാനാക്കി പറയുന്നതും നമുക്കൊരു രസം. പക്ഷേ ശിഷ്യന്മാർ തെരുവ് തണ്ടികളല്ല. അവർക്ക് സ്തോത്രം നല്ല ജീവിതശൈലി മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് വേറൊരു 12 പ്രസംഗം പിന്നെ പറഞ്ഞുതരാം. 12 ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസിന് ഫിഷറീസ് കമ്പനി ഉണ്ടായിരുന്നു. പത്രോസും കൂട്ടരും കടലിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്നു. പക്ഷേ അതെല്ലാം വിട്ടേച്ചാണ്. മത്തായി വലിയൊരു ചുങ്കക്കാരനായിരുന്നു. അന്നത്തെ സിൽക്ക് റോഡ് പോകുന്ന സ്തോത്രം സ്ഥലത്ത് നിന്നാണ് മത്തായി വന്നത്. കഫർനഹൂമിൽ നിന്നാണ് വന്നത്. അന്നത്തെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടാക്സ് കളക്ടറായിരുന്നു മത്തായി. സോ അതെല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നു. അവരെല്ലാവരും വിചാരിച്ചത് ഏതാണ്ട് ഭയങ്കര 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 കാര്യം സംഭവിക്കും. ഈ റോമക്കാരെ യവൻ ഓടിക്കും, യവൻ രാജാവാകും. എന്തിനേറെ പറയുന്നു, അമ്മ മറിയ പോലും വിചാരിച്ചത് യവന് സ്തോത്രം ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കും, എൻ്റെ മോൻ രാജാവാകും. അങ്ങനെയല്ലേ മാലാഖ വന്ന് പറഞ്ഞത്. മാലാഖ പറഞ്ഞേ ബാക്കി എല്ലാം നടന്നു, എല്ലാം സംഭവിച്ചു. പക്ഷേ സ്തോത്രം അവസാനം ഇത് മാത്രം നടന്നില്ല. സംഭവം തെറ്റി. അവൻ ക്രൂശിക്കപ്പെട്ടു. സിംഹാസനം കിട്ടിയില്ല, ക്രൂശാ കിട്ടിയത്. റോമക്കാരെ ഓടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോമക്കാരെല്ലാം കൂടെ അവരെ ക്രൂശിച്ചു. ശിഷ്യന്മാരെല്ലാം ദൂരത്ത് നിന്ന് അത് നോക്കിക്കണ്ടു. ഈ യോഹന്നാൻ മാത്രം അടുത്ത് നിന്ന് കണ്ടു, ബാക്കിയുള്ള എല്ലാവരും ദൂരത്ത് നിന്ന് കണ്ടു. ലൈഫ് ഇപ്പോൾ ഭയങ്കര ഡൈലമയായിരിക്കുക. ജീവിതം അനിശ്ചിതത്വത്തിലായിരിക്കുക. ജീവിതം അനിശ്ചിതത്വത്തിൽ. പുറത്തിറങ്ങിയാൽ കല്ലെറിയും, മറ്റുള്ളവന്മാർ കല്ലെറിയും. വേണമെങ്കിൽ എവനെ ക്രൂശിച്ചു പോലെ എവൻ്റെ കൂടെയാണ് ഞങ്ങളും നടന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെയും ക്രൂശിക്കാം. അങ്ങനെ ഭയന്നിരിക്കുകയാണ്. അങ്ങനെ ഭയന്നിരുന്നപ്പോൾ വാതിക്കൽ ഒരു തട്ട് കേട്ടു എന്നല്ല എനിക്ക് പറയാനുള്ളത്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു 2 മിനിറ്റ് തരുമോ എന്നൊരു ശബ്ദം കേട്ടു എന്നല്ല എനിക്ക് പറയാനുള്ളത്. പകരം സ്തോത്രം ഭയന്ന് വിറച്ച് ഇനി ലൈഫില്ല എന്ന് കാത്തിരുന്നപ്പോൾ മധ്യത്തിൽ ഒരുവൻ വന്ന് നിന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കുഞ്ഞായി, എനിക്കൊരു ദൂത് അതിൽ പറയാനുള്ളത്, നിനക്ക് വേണ്ടി വാതിലില്ലെങ്കിലും ഏത് ഓഫീസറോടും ഏത് വ്യക്തിയോടും നിനക്ക് വേണ്ടി കടന്നുപോയി സംസാരിപ്പാൻ ഇന്നും കർത്താവിന് കഴിയും. ഈ ആഴ്ചയിൽ ആരോടോ കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. ഒരിക്കൽ കൂടെ, ആർക്കോ വേണ്ടി ഈ ആഴ്ച നിനക്ക് വേണ്ടി കർത്താവ് ആരോട് സംസാരിപ്പാൻ പോകുകയാണ്. അവരോട് നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, പക്ഷേ സംസാരിക്കേണ്ടവരോട് ഈ ആഴ്ച സംസാരിക്കാൻ പോകുകയാണ്. ദൂത് ഇതാണ്. മുറിവേറ്റ യേശു അവിടെ നടുവിൽ നിന്നിട്ട് പറഞ്ഞത്, അയ്യോ ഞാൻ മുറിവേറ്റ എന്നല്ല, പക്ഷെ പകരം നിങ്ങൾക്ക് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാത്ത അനേകർക്ക് സമാധാനം കൊടുപ്പാൻ, അനേകർക്ക് തണുപ്പാകാൻ ദൈവം നിങ്ങളുടെ മുറിവുകളെ ഉപകരിപ്പാൻ പോകുന്നു. മാത്രമല്ല അവരെ അധൈര്യപ്പെട്ടിരിക്കുക. ലൈഫ് തീർന്നെന്ന് പറയുക, ജീവിതം തീർന്നെന്ന് പറയുക. പക്ഷേ എൻ്റെ യേശു കർത്താവ് നോക്കിയേ, അവിടെ നടുവിൽ നിന്ന് അവൻ്റെ കൈയും കാലും കാണിച്ചു, അവൻ്റെ മുറിവുകളെ കാണിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഇവിടെ നമ്മുടെ ഈ സർവീസിലുള്ള ഒരു സഹോദരൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷെ പുള്ളി ആരും അറിയിച്ചില്ല എന്നാണ് പറഞ്ഞത്. ആരും അറിയിച്ചില്ല. കയ്യിലെ മുറിവ് ആരും അറിയണ്ട. നമ്മുടെ മാനുഷികമായി ഞാൻ ഉൾപ്പെടെ ഉള്ളതായ ആൾക്കാരുടെ കാര്യമാണ്. എൻ്റെ സ്തോത്രം തിന്മകൾ മറ്റുള്ളവർ അറിയണ്ട. പക്ഷേ യേശു പറയും, നോ, എൻ്റെ മുറിവ് തിന്മയല്ല. കമാൻ, ഒരിക്കൽ കൂടെ, എൻ്റെ മുറിവ് തിന്മയല്ല. നിങ്ങൾക്ക് നിൻ്റെ പെയിൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവുണ്ടായിരിക്കും, അത് തിന്മയല്ല. അത് ധൈര്യമില്ലാതിരിക്കുന്നവർക്ക്. നോക്ക്, യവന്മാർ ഇത്രയും മുറിവേൽപ്പിച്ചു കേട്ടോ, പക്ഷെ എന്നിട്ടും ഞാൻ തോറ്റില്ല, ഞാൻ പുറത്തു വന്നു. പേടിച്ചിരിക്കുന്ന, ജീവിതമില്ലെന്ന് പറയുന്ന, അധൈര്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾ ഈ തലമുറയിൽ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. ഗൂഗിൾ വായിച്ചാൽ അവർ ധൈര്യമാകുന്നത്. പ്രവാചകൻ വന്ന് മെനമെനേത്തൊക്കെ പ്രവാചകൻ ദൂത് പറഞ്ഞല്ലേ നിങ്ങൾ ധൈര്യമാകുന്നു. സ്തോത്രം. അതെ, നിങ്ങളുടെ മുറിവുകൾ കണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ നോക്കി ആയിരങ്ങൾ പറയും, ഓഹോ എൻ്റെ ചേച്ചിയെ വിടുവിച്ചോ, എൻ്റെ ചേട്ടനെ വിടുവിച്ചോ, നിനക്കിങ്ങനെ പറ്റിയോ, എൻ്റെ കർത്താവ് നിന്നെ നാണം കെടുത്തിയില്ലയോ, എൻ്റെ കർത്താവ് നിന്നെ നിർത്തിയോ. നിന്നെ നിർത്തിയ ദൈവം എന്നെയും നിർത്തുമെന്ന് ദേശത്ത് വലിയൊരു സംസാരമുണ്ടാകാൻ പോകുന്നു.
ആ സഹോദരന്മാരെന്തിയെ കൈയടിക്കാത്ത? കമാൺ, നീ ഒത്തിരി പേരെ ധൈര്യപ്പെടുത്തുവാൻ പോകുന്നു. മറ്റാർക്കും കടന്നു വരുവാൻ കഴിയാതെ വാതിലടച്ചിരുന്ന നേരത്തെ യേശു കർത്താവ് ആ റൂമിൽ വന്നതുപോലെ സാധാ പ്രവാചകന്മാർക്ക്, പാസ്റ്റർമാർക്ക് തൊടുവാൻ കഴിയാത്ത വ്യക്തികളെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ധൈര്യപ്പെടുത്തുവാൻ പോകുന്നു. ലൈഫ് തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്നവർ നിങ്ങളുടെ ബലപ്പെടട്ടെ. പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? പക്ഷേ പ്രതീക്ഷകൾ മുഴുവൻ പോയപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്തേലും കിട്ടും, ആരാധിച്ചാൽ എന്തേലും കിട്ടും. പക്ഷെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ എമോസിൽ താമസിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർ പിന്മാറിപ്പോവും. അവരാരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം എന്നൊക്കെ പറഞ്ഞാണ് കൈയടിക്കുന്നത്. പക്ഷേ ആരാധിച്ച് 3 ഞായറാഴ്ച നോക്കും, അല്ലെങ്കിൽ 2 ഞായറാഴ്ച നോക്കും, അങ്ങേറ്റം പോയാൽ 1 മാസം നോക്കും, പിന്നെ കിട്ടിയില്ലേ പറയും ഇതെല്ലാം ചുമ്മാതാ എന്ന് പറഞ്ഞ് സ്തോത്രം. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോഴേക്കും അവരെ താമസം മാറ്റും. യെരൂശലേമിൽ നിന്ന് എമോസിലേക്ക് താമസം മാറ്റും. പക്ഷെ നീ അവനെ വിട്ടാലും അവൻ നിന്നെ വിടത്തില്ല. നിന്നെ വിടാതെ പിന്തുടരുന്ന ഒരു യേശുവുണ്ട്. വിടാതെ പിന്തുടർന്നു. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറേ എണ്ണമുണ്ട്. 100 കണക്കിന് പ്രസംഗമുണ്ട്, 100 കണക്കിന് പ്രസംഗം കേട്ടിട്ടാലും എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. യൂട്യൂബിൽ 3100-ലധികം പ്രസംഗമുണ്ട്, മനസ്സിലാകത്തില്ല. എത്ര കേട്ടാലും ചിലതിന് മനസ്സിലാകത്തില്ല. പക്ഷേ കണ്ടാൽ മനസ്സിലാകും. കേട്ടാൽ മനസ്സിലാകത്തില്ല, കണ്ടാൽ മനസ്സിലാകുക. എന്തോ കണ്ടാൽ മനസ്സിലാകും? അതിന് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കാനായി അപ്പം എടുത്തപ്പോൾ ആണിപ്പഴുത് കണ്ടപ്പോൾ ഇവന്മാരുടെ ട്യൂബിലൈറ്റ് കത്തി. എൻ്റെ കൈത്തണ്ടയിലെ മുറിവ് കണ്ടപ്പോൾ, ആ പറഞ്ഞിട്ട് നടക്കാത്തത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്മാറ്റത്തിൽ പോയവന്മാർ തിരിച്ചോടി. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മുറിവുകൾ തളർന്ന സ്തോത്രം, പിന്മാറ്റത്തിൽ പോയ തണുത്ത ഒത്തിരി എണ്ണത്തിനെ തിരിച്ചു കൊണ്ടുവരുവാൻ നിൻ്റെ മുറിവുകളെ ദൈവം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നു. യെരൂശലേമിലിരിക്കേണ്ട ദൈവദാസന്മാർ എമോസിലേക്ക് മാറി. ട്രാക്ക് തെറ്റിയ വിശ്വാസികൾ, ട്രാക്ക് തെറ്റിയ ദൈവദാസന്മാർ, മിഷൻ ഫീൽഡ് ഉപേക്ഷിച്ചു പോയ പുതിയ നിയമത്തിലെ യോനാമാർ. നിങ്ങൾ മിണ്ടുന്നില്ല. പുസ്തകം വായിച്ചാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. മിഷൻ ഫീൽഡ് വിട്ട് ഓടിപ്പോയ, ദൈവിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിപ്പോയ യോനമാർ സ്തോത്രം പഴയ ട്രാക്കിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് ദൈവകൃപയാൽ തിരികെ എത്തുന്നത് നിൻ്റെ മുറിവ് കണ്ടിട്ടാണ്. സ്തോത്രം. എത്ര പേർ കേൾക്കുന്നുണ്ട്? കുട്ടി, നീ പിടഞ്ഞത് തിന്മയ്ക്കല്ല, നീ കരഞ്ഞത് തിന്മയ്ക്കല്ല. ബ്രദർ, നീ വേദനിച്ചത് തിന്മയ്ക്കല്ല. നീ ഒറ്റയ്ക്കിരുന്ന് സ്തോത്രം അയ്യോ എനിക്ക് മാത്രം എന്തുകൊണ്ടിത് എന്ന് ചോദിച്ചത് തിന്മയ്ക്കല്ല, പകരം നന്മയ്ക്കാണ്. ഇനി ഒരാളുണ്ട്, അയാളുടെ പേര് സ്തോത്രം, ഞാൻ ആണിപ്പഴുതിൽ വിരലിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്വർഗത്തിലെമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവേ അവനെ തന്നെ ഇന്ത്യയിൽ അയച്ചോ? വേറെ ആര് വന്നിരുന്നില്ലേ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യക്കാർ പറയുന്നത്, കാണിച്ചാൽ വിശ്വസിക്കാം. അപ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇവിടെ കാണിക്കുന്നില്ല. നോർത്തിൽ പോയാൽ അങ്ങനെയല്ല, ചെന്ന് യേശു ജീവിക്കുന്നോ? ജനത്തിന് അവിശ്വസിക്കാൻ അറിയത്തില്ല. വടക്കേ ഇന്ത്യയിലെ ജനത്തിൻ്റെ പ്രത്യേകത എന്താ? ജനത്തിന് വാട്ടവർ എന്ത് പറഞ്ഞാലും പാവം വിശ്വസിക്കുക. സ്തോത്രം. നമ്മളിപ്പോൾ ഒരു ഡെഡ് ബോഡി കാണിച്ച് ഇപ്പോൾ എണീക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയോ? പുള്ളി രക്ഷിക്കപ്പെട്ട ആളാണോ? അല്ല, ചത്ത കിടക്കുന്നവനെ രക്ഷിക്കപ്പെട്ട ആളാണോ? പുള്ളി വിശ്വാസിയാണോ? സ്നാനപ്പെട്ടോ? ആരാ സ്നാനപ്പെടുത്തിയത്? ഏത് സംഘടനയാണ് സ്നാനപ്പെടുത്തി? ഏത് പാസ്റ്ററാണ് സ്നാനപ്പെടുത്തിയത്? പ്രായം കൂടിയ പാസ്റ്ററാണോ? പ്രായം കുറഞ്ഞ പാസ്റ്ററാണോ? ഇനി സ്നാനപ്പെട്ടെങ്കിൽ തന്നെ അവൻ കത്രിമേശ എടുത്തോ? കത്രിമേശ എടുത്തെങ്കിൽ അവൻ ദശാംശം കൊടുത്തോ? പഴയ നോട്ടാണോ പുതിയ നോട്ടാണോ കൊടുത്തേ? അല്ല, ചർച്ചിൽ റെഗുലറായിട്ട് വരുമായിരുന്നോ എന്ന് പറഞ്ഞ 912 ചോദ്യം വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് കഴക്കൂട്ടം കടന്നിരിക്കും.
അതുകൊണ്ട് നമ്മുടെ തല ചെറുതാകട്ടെ, നമ്മുടെ ഹൃദയം വലുതാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലരുണ്ട്. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണോ? സ്തോത്രം. അങ്ങനെയുണ്ടോ? അങ്ങനെ നടക്കൂ? ഇന്നും സയൻസ് ഉണ്ടോ? അടയാളങ്ങളുണ്ടോ? ഇന്നും രോഗശാന്തി ഉണ്ടോ? ഇന്നും അത്ഭുതമുണ്ടോ? അവൻ്റെ കണ്ണ് നിറയെ അങ്ങ് കാണിക്കാൻ മുറിവേറ്റ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഇന്നും അത്ഭുതമുണ്ട്, ഇന്നും വിടുതലുണ്ട്, ഇന്നും സൗഖ്യമുണ്ട്, ഇന്നും അടയാളങ്ങളുണ്ട്. അങ്ങനെയുള്ള സയൻസ് വണ്ടേഴ്സ് മിറക്കിൾസ്, ദിസ് ഈസ് വെരി പ്രൊഫറ്റിക് ആണ്. സയൻസ് വണ്ടേഴ്സ് മിറക്കിൾ തലത്തിൽ സ്പെഷ്യലിസ്റ്റുകളായി ചിലരെ ഉപയോഗിപ്പാൻ ദൈവം ഈ നാളുകളിൽ ആഗ്രഹിക്കുകയാണ്. കമാൺ കമാൺ, കയറി വാ. യെസ്, ഏറ്റെടുക്ക, പറ, അത് എനിക്കുള്ള ദൂതാണ്. സയൻസ് വണ്ടേഴ്സ് മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികളിൽ അധികം മുറിവേറ്റതിനെ ദൈവം ഉപയോഗിപ്പാൻ പോകുകയാണ്. എല്ലാവരും പറയണമെന്നില്ല, വിശ്വാസമുള്ളവർ മാത്രം പറഞ്ഞാട്ടെ അതാണ് എൻ്റെ മിനിസ്ട്രി. പറഞ്ഞാട്ടെ, അതാണ് നിൻ്റെ മിനിസ്ട്രി, അതാണ് നിൻ്റെ മിനിസ്ട്രി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പലതും സഭയിൽ ഡയോട്ട് ചെയ്തു, പലതും സഭയിൽ ഇല്ല, അതെല്ലാം നശിച്ചു. ഇനി ഉണ്ടെന്നറിയണമെങ്കിൽ സ്തോത്രം, അത് മ്യൂസിയത്ത് പോകണം. പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നവരുടെ നടുവിൽ പണ്ടുണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുടെ നടുവിൽ കഠിനമായി മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല അന്നല്ല ഇന്നും ഉണ്ട് എന്ന് തെളിയിപ്പാൻ മുറിവേറ്റവരെ ദൈവം ഉപയോഗിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, ഫോർ അതേഴ്സ് യു ആർ എ സൈൻ ബോർഡ്. നീ ഒരു സൈൻ ബോർഡാണ് മറ്റുള്ളവർക്ക്. സ്തോത്രം. ഭയന്നും വിറച്ചും ലൈഫ് ഇല്ലെന്ന് പറയുന്നവർക്ക് നീ ഒരു സൈൻ ബോർഡാണ്. ട്രാക്ക് വിട്ട് ഓടുന്ന പലർക്ക് നീ ഒരു സൈൻ ബോർഡാണ്. എമോസിലേക്ക് ട്രാക്ക് വിട്ട് ഓടിയവർക്ക് നീ ഒരു സൈൻ ബോർഡാണ്. സ്തോത്രം. അവിശ്വസിച്ച് ഇനിയില്ല, ഒക്കെ എന്തുവാ ഇതെല്ലാം കളിപ്പീര് എന്ന് പറയുന്നവർക്ക് നീ ഒരു സൈൻ ബോർഡാണ്. സ്തോത്രം. നേരെയില്ല, പെട്ടെന്ന് പോട്ടെ. അപ്പോൾ ഈ മുറിവ് സ്വർഗാരോഹണം വരെ കർത്താവിൽ ഈ മുറിവുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച, സ്ട്രഗിൾ ചെയ്യിപ്പിച്ച ഈ ദൂതിൽ ഇതായിരുന്നു. കർത്താവ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് യേശുവിനെ ഉയർപ്പിച്ചു. യേശുവിനെ ഉയർപ്പിച്ച കർത്താവിന് വേണമെങ്കിൽ എളുപ്പം ഈ മുറിവിനെ മാറ്റി പുറത്തു കൊണ്ടുവരായിരുന്നു. പക്ഷേ ആ മുറിവോടെ അവനെ പുറത്തു കൊണ്ടുവന്നു. കയ്യിലും കാലിലും വശത്ത് ആ മുറിവുണ്ടായിരുന്നു. നിനക്ക് മുറിവുകളുണ്ടെങ്കിൽ തിന്മയ്ക്കല്ല, അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്. ഇനി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു കർത്താവ് സ്തോത്രം നമുക്കായി മധ്യസ്ഥ ചെയ്യുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവരുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇവിടെ വന്നിട്ടല്ല, കൈ ഉയർത്തണ്ട, ഇവിടെ വന്നിട്ടുള്ള പ്രാർത്ഥനയല്ല പറഞ്ഞ്. സ്തോത്രം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചോന്നറിയത്തില്ല. പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തിട്ടിരിക്കുന്നു. ആ മധ്യസ്ഥ എന്ന യേശുവിനെ ഞാൻ ഈ പറയുന്ന വേളയിലും ദശലക്ഷക്കണക്കിന് ദൂതന്മാർ, കോടിക്കണക്കിന് ദൂതന്മാർ നോക്കിയാണ്. ആ ദൂതന്മാർ നോക്കുമ്പോൾ യേശു കർത്താവിനെ ഒരു പെർഫെക്റ്റ് ജീസസിനെ അല്ല കാണുന്നത്, മുറിവേറ്റ യേശുവിനെയാണ് കാണുന്നത്. യേശുവിൻ്റെ കയ്യിലും കാലിലും സ്തോത്രം ഉള്ള മുറിവുകൾ ദൂതന്മാർ കാണുകയാണ്. മനസ്സിലാക്കണം. സ്തോത്രം. ആ മുറിവുകൾ കണ്ടിട്ട് അയ്യേ അവന് മുറിവേറ്റേ, അയ്യേ ആ പുള്ളിയുടെ കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്ന താഴത്തെ ദൂതൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്താ തുറച്ചു നോക്കുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. എന്നാൽ താഴത്തെ ദൂതൻ്റെ സ്വഭാവമല്ല സ്തോത്രം മേലത്തെ ദൂതൻ എടുക്കുന്നത്. അവൻ മുറിവുകളെ കണ്ടിട്ട്, അവൻ മുറിവുകളെ തോൽപ്പിച്ചു അല്ലേ? അവൻ മരണത്തെ തോൽപ്പിച്ചു അല്ലേ? അവൻ പിതാവിൻ്റെ ഹിതത്തിൽ നിന്നും അല്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് പാടാം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. എന്താ അതിനൊരു ഹല്ലേലൂയ പറയാൻ തിരുവനന്തപുരംകാർക്കൊരു മടി. ഈ നല്ലതെന്ന് കാണാൻ തിരുവനന്തപുരംകാർ പഠിക്കണം. പൊല്ലാത്തതിനെ കാണാനുള്ള മൈക്രോസ്കോപ്പ് മിനിസ്ട്രിയെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു.
ഓ കമാൺ, എനിക്ക് ട്രാൻസ്ഫർ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇതെല്ലാം പറയുമ്പോൾ. സ്തോത്രം. നല്ലതിനെ ആരുടെയെങ്കിലും ലൈഫിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ, ആരുടെയെങ്കിലും ശുശ്രൂഷയിൽ നല്ലതിനെ നല്ലതെന്ന് കാണേണ്ട നന്മയുടെ ഒരു കണ്ണ് ഉണ്ടാകട്ടെ. കാരണം എൻ്റെ കർത്താവ് സ്തോത്രം നന്മയെ കണ്ടാൽ വായിൽ ഫെവിക്കോളം ഇട്ട് മിണ്ടാതിരിക്കത്തില്ല. അവൻ നന്മയെ കണ്ടാൽ നന്മയെന്ന് പറയുന്നവനാണ്. സ്വർഗത്തിലൊരു പാട്ട് ഉയരുന്നു. സ്വർഗത്തിൽ ഉയരുന്ന പാട്ട്, പിതാവേ നീ പുത്രനെ അയച്ച് നേടിയല്ലോ. പിതാവിൻ്റെ നേട്ടത്തിൻ്റെ പാട്ടല്ല സ്വർഗത്തിൽ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവേ നിനക്ക് വരവും ഫലമുണ്ടല്ലോ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടല്ല സ്വർഗത്തിൽ കേൾക്കുന്നത്. പക്ഷെ സ്വർഗത്തിൽ ഉയരുന്നത് മുറിവേറ്റവനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ പലർക്കും മുറിവുകൾ നാണക്കേടെങ്കിൽ സ്വർഗത്തിൽ അത് ഓണറാണ്. എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും എനിക്കിങ്ങനെ ഉണ്ടായല്ലോ. എൻ്റെ ഇത്രയും ജീവിതം ഇല്ലാത്ത പലർക്കെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എങ്കിലും നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ മാത്രം ഇങ്ങനെ ആയല്ലോ എന്ന ഭൂമിയിൽ, അതെ സ്തോത്രം, നാണം കെട്ട് നടക്കുന്ന പോലെ നീ നടക്കുന്നെങ്കിൽ മുറിവേറ്റവനെ നോക്കി സ്വർഗത്തിൽ ഒരു പാട്ടുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. PS സാമുവലിൻ്റെ ഒരു വിശ്വാസി അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്ലീൻ ചെയ്ത് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സ്വർഗത്തിലേക്ക് അയാൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എടുത്തുകൊള്ളപ്പെട്ട് അദ്ദേഹം കേട്ട പാട്ടാണ് ഓ ലാംബ് ഓഫ് ഗാഡ് ഹല്ലേലൂയ, ജീസസ് redeem hallelujah, ഓ ലാംബ് ഓഫ് ഗാഡ് hallelujah, ജീസസ് redeem hallelujah. മുറിവേറ്റവനെ സ്വർഗം വാഴ്ത്തുന്നു, മുറിവേറ്റവനെ സ്വർഗം സ്തോത്രം വണങ്ങുന്നു. അർത്ഥം മുറിവുകൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ സ്റ്റാറുകൾ പോലെയാണ്. പോലീസുകാരുടെ ചുമലിൽ സ്റ്റാർസ് ഇരിക്കുന്നില്ലേ? ഇനി മിലിറ്ററിക്കാരുടെ ചെസ്റ്റിൽ മെഡലുകളില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഓരോ മുറിവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്റ്റാർ മെഡൽസും പോലെയാണ്. നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് രസമായിരിക്കാം, നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഹാരമായിരിക്കാം, നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് പിശാചിൻ്റെ ഒരു ഹോബിയായിരിക്കാം. സ്തോത്രം. പക്ഷേ സ്വർഗത്തിൽ ദൈവം പറയും, ഇത് നിനക്ക് സ്തോത്രം എൻ്റെ സന്നിധിയിൽ നിനക്ക് ഒരു സ്റ്റാർ പോലെയാണ്, ഒരു മെഡൽ പോലെയാണ്. സ്തോത്രം. അർത്ഥം ദൂത് ഇതാണ്. അധികം മുറിവേറ്റ സഹോദരി സഹോദരന്മാരെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. ഭയങ്കരമായി ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. മാത്രമല്ല, പിതാവിൻ്റെ വലതുഭാഗത്തെ യേശു കർത്താവ് സ്തോത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേര് പറയുക, നിങ്ങളുടെ പേര് പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ശബ്ദം ഉയർത്തി. ഒത്തിരി പേർക്ക് പേരില്ലയോ? അല്ല, അതോ മറന്നുപോയതോ? റെഡി, 1 2 3. യെസ്. ആ പേര് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ മറുവശത്ത് സാത്താൻ പറയും, കൊടുക്കല്ലേ, ചെയ്യല്ലേ, യോഗ്യതയില്ലേ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് സ്തോത്രം നമ്മുടെ പേര് പറയുമ്പോൾ പിതാവായ ദൈവം തിരിയുന്ന സമയത്ത്, പിതാവായ ദൈവം യേശുവിലേക്ക് നോക്കുമ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവൻ അത്രയ്ക്ക് മുറിവേറ്റിരിക്കുന്നു. ആ മുറിവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് വേണ്ടിയാണ് ഞാൻ മുറിവേറ്റത്. ബ്യൂട്ടിഫുൾ. ആ മുറിവുകൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിൻ്റെ മുറിവുകൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. ഹലോ, യേശുവിൻ്റെ മുറിവുകൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് പറയുന്നത് ഐ പെയ്ഡ് ഫോർ ഓൾ. ഞാൻ അവനത് അവൻ പ്രാപിക്കാൻ വേണ്ടിയാ, അത് അവന് കിട്ടാൻ വേണ്ടിയാ ഞാൻ മുറിവേറ്റത്. മാത്രമല്ല, ആ മുറിവ് പറയും അവനതിന് യോഗ്യനാണ്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പിശാചെ നിങ്ങളുടെ മനസ്സിലിട്ടിരിക്കുന്ന
അവിശ്വാസത്തിൻ്റെ ആ കമ്പിളി പുതപ്പ് മാറിപ്പോട്ടെ. അവിശ്വാസത്തിൻ്റെ മൂടുപടം മാറിപ്പോകട്ടെ. ഞാൻ യോഗ്യനല്ല, എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ആ കുറവ്, ഈ കുറവ്, മറ്റേ കുറവ്. നോ, യോഗ്യനല്ലാത്ത സ്ഥാനത്ത് യേശുവിൻ്റെ മുറിവുകൾ നിന്നെ യോഗ്യനാക്കി തീർത്തിരിക്കുകയാണ്. യോഗ്യനല്ലാത്ത സ്ഥാനത്ത് കർത്താവിൻ്റെ മുറിവുകൾ നിന്നെ യോഗ്യനാക്കി തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര ഹിമാലയം കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും കയറാൻ പറ്റത്തില്ല, ഒരിക്കലും കരസ്ഥമാക്കാൻ പറ്റത്തില്ല. സ്തോത്രം, നിങ്ങളതിന് യോഗ്യനാണ്. അടുത്തിരിക്കുന്ന ഒരാളുടെ നോക്കി ഒന്ന് ചിരിച്ചേ. കണ്ണ് പിന്നെ തുടയ്ക്കാം. അടുത്തിരിക്കുന്ന ഒരാളിനെ നോക്കി ഒന്ന് ചിരിച്ചേ. എന്നിട്ട് പറ, എൻ്റെ കാര്യമോ പറഞ്ഞിട്ടിരിക്കുന്ന പറ. ആ വലിയ ബ്രേക്ക് ത്രൂവിന് നിങ്ങൾ യോഗ്യരാണ്. 10 സെക്കൻഡ് തരാം. 10 സെക്കൻഡ് ഒന്ന് ചിന്തിച്ചേ. എന്താ ഈ ദിവസങ്ങളിൽ ആവശ്യമല്ല, അത്യാവശ്യമായി നടക്കേണ്ടത്? എന്താ ഈ മാസങ്ങളിൽ, ഈ നാളുകളിൽ അത്യാവശ്യമായി നടക്കേണ്ടത്? 10 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10. ഇപ്പം നിങ്ങൾ ചിന്തിച്ച ആ കാര്യം നിന്റെ വീട്ടിൽ കരസ്ഥമാക്കാൻ നീ യോഗ്യനാണ്. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഒരു ശബ്ദം ഞാൻ കേട്ടത് ഇതാണ്: യവനല്ലാതെ വേറെ ആർക്കാണ് ഞാനിത് നൽകുന്നത്? സ്നേഹത്തിൻ്റെ മുറിവുകൾ. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവനിൽ മുറിവുണ്ടായിരുന്നു. അവൻ ആ മുറിവ് കാണിച്ചു. സ്തോത്രം. സ്വർഗാരോഹണം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോഴും ആ മുറിവുകളുണ്ട്. ഈ ദിവസങ്ങളിൽ സഭ എടുത്തുകൊള്ളപ്പെടും കേട്ടോ. സഭ എടുത്തുകൊള്ളപ്പെട്ട് 7 വർഷം സ്തോത്രം അത് മഹോദരവുമായി കടന്നു പോകും. ട്രിബുലേഷൻ സയൻസിന് മഹോദരത്തിൽ കൂടെ പോകുന്നതായ വിശുദ്ധന്മാർക്ക് ദ സെലിബ്രേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ദ ലാംബ് അവർക്ക് നഷ്ടമാകും. അത് വേറൊരു സബ്ജക്റ്റ്, ഞാൻ അത് പറയുന്നില്ല. സ്തോത്രം. പക്ഷേ കർത്താവ് മടങ്ങി വരുമ്പോഴും മഹത്വ പ്രത്യക്ഷതയായി കർത്താവ് സ്തോത്രം മടങ്ങി വരും. യേശുവിനോട് കൂടെ എടുത്തുകൊള്ളപ്പെട്ട നമ്മളും മടങ്ങി വരും. കേട്ടവരാമേൻ പറഞ്ഞേ. കർത്താവ് നമുക്ക് മുമ്പിൽ ക്യാപ്റ്റനായി ആ വെള്ളക്കുതിര ഓടിച്ച് കർത്താവ് വരികയാണ്. പിന്നീട് അതുപോലെ കുതിരകളുണ്ടാകാം. അങ്ങനെ നമ്മൾ മടങ്ങി വരികയാണ്. അർത്ഥം, യേശുവിനൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ എല്ലാ ക്രൈസിസിൻ്റെ നടുവിലും നിനക്കും ഒരു തിരിച്ചുവരവുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് മടങ്ങി വന്ന് ന്യൂയോർക്കിലോ ടോക്കിയോയിലോ മാസിഡോണിയയിലോ ബാഴ്സലോണയിലോ വേറെ ഏതെങ്കിലും പട്ടണത്തിലല്ല അവൻ മടങ്ങി വന്ന് നിൽക്കുന്നത്. യേശു വരുന്നത് തിരുവനന്തപുരത്തോ സ്തോത്രം റിയാദിലോ അതെ സൗത്ത് ആഫ്രിക്കയിലെ ഏതെങ്കിലും സിറ്റിയിലോ ഒന്നുമല്ല. എവിടെ വെച്ചാണോ അവൻ്റെ മുറിവേറ്റത്? ഏത് യെരുശലേമിൽ വെച്ചാണോ മുറിവേറ്റത് അവിടെ തന്നെയാണ് അവൻ മടങ്ങി വരുന്നത്. യെരുശലേമേ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ. അതിനർത്ഥം ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് അഭിഷിക്തനെ കണ്ടാലും കല്ലെറിയും. ഏത് ദൈവദാസൻ എങ്ങനെ ജീവിച്ചാലും കല്ലെറിഞ്ഞിരിക്കും. അതാണ് ആ മണ്ണിൻ്റെ പ്രത്യേകത. പക്ഷെ അവിടെ മുറിവുമായി കർത്താവ് കടന്നു വന്നത്, യു കനോട്ട് ബീറ്റ് മീ, നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന വിക്ടറി സൈനുമായിട്ട് കർത്താവ് ഇതാ മടങ്ങി വന്നിരിക്കുകയാണ്.
നിങ്ങളെ മുറിവേറ്റ അതേ വ്യക്തികളുടെ നടുവിൽ, നിങ്ങളെ മുറിവേൽപ്പിച്ച അങ്കിൾമാരുടെ നടുവിൽ, നിങ്ങളെ മുറിവേൽപ്പിച്ച കുടുംബക്കാരുടെ നടുവിൽ, നിങ്ങളെ മുറിവേൽപ്പിച്ച കസിൻസിൻ്റെ നടുവിൽ, നിങ്ങളെ മുറിവേൽപ്പിച്ച കൂടെ പഠിച്ചവരുടെ നടുവിൽ, ഹേ കുട്ടികളെ, നിങ്ങളെ ക്ലാസ്സിൽ പരസ്യമായി എഴുന്നേൽപ്പിച്ച് നിർത്തി അവഹേളിപ്പിച്ച് മുറിവേൽപ്പിച്ചതായ സ്തോത്രം അധ്യാപകരുടെ നടുവിൽ, എന്തിനാണ് പറയുന്നത്? നിങ്ങളെ മുറിവേൽപ്പിച്ച ദൈവദാസന്മാരുടെ നടുവിൽ, നിങ്ങളെ മുറിവേൽപ്പിച്ചതായി വിശ്വാസികളുടെ നടുവിൽ ഒരു ബൂമറാങ്ക് പോലെ നിങ്ങൾക്കൊരു ഭയങ്കര തിരിച്ചുവരവ്. ഒരു വിക്ടറി സൈനായി നിങ്ങൾക്കൊരു തിരിച്ചു വരവുണ്ട്. നിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിലെ ദൈവം തൻ്റെ സേഫ് ഡെപ്പോസിറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില ഡോക്യുമെൻറ്റുകൾ പോലെയുള്ള ചില പാക്കേജസ് ഓഫ് വിക്ടറി ഉണ്ട്. ഞാനിത് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ നീറ്റലാണ്, ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ 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 പൊട്ടി അലറി കരയേണ്ട ഒരു ലെവലെന്ന പോലെ ഒരു നീറ്റലാണ്. അതുപോലെ 10 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. The name of Jesus. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്, ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ കരയാറില്ല. ആ കെട്ടുപൊട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം കണ്ണുനീരോടെ വിതയ്ക്കുന്നവനെ ആർപ്പോടെ കൊയ്യാൻ പറ്റത്തുള്ളൂ. കീബോർഡിൽ തുടങ്ങുന്നതല്ല ഉണർവ്, കണ്ണുനീരിൽ തുടങ്ങുന്നതാണ് ഉണർവ്. എത്ര പേര് ഇന്ന് പകല വാസ്തവമായി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്? പ്ലീസ് ചുമ്മാ കൈപോക്കല്ലേ. സ്നേഹത്തിൻ്റെ മുറിവുകൾ വിക്ടറി സൈനായിട്ട് കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. മക്കളെ നോക്ക്, നിങ്ങളെ ചിലരുണ്ടല്ലോ ഈ ചെറിയ പ്രായത്തിലേ നിങ്ങളിങ്ങനെ കരഞ്ഞു തുടങ്ങിയവരാണ്. ചെറിയ പ്രായത്തിൽ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഓർമ്മ വെച്ച നാള് തുടങ്ങിയേ നിങ്ങളിങ്ങനെ കരഞ്ഞു തുടങ്ങിയവരാണ്. പക്ഷെ ഗ്യാരണ്ടിയായി പറയട്ടെ, കർത്താവ് മുറിവുമായി ഇറങ്ങി നിൽക്കുമ്പോൾ വേറെ ആർക്കുമില്ലാത്തതായ ചില കാര്യങ്ങൾ യേശുവിനുണ്ടായിരിക്കും. അതിലൊന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വേറെ ആർക്കുമില്ലാത്ത എന്തൊക്കെയോ ഈ കണ്ണുനീർ തുടച്ച ഈ കൈകളിൽ കർത്താവ് ഏൽപ്പിക്കുന്നുണ്ട്. In the name of Jesus, ആർക്കുമില്ലാത്ത എന്തൊക്കെയോ നിൻ്റെ കൈകളിൽ കർത്താവ് ഏൽപ്പിക്കുന്നു. അങ്ങനെ യെരൂശലേമിൽ യേശു കർത്താവ് ഇറങ്ങി നിൽക്കുമ്പോൾ സഖറിയ 13:6 നമ്മൾ വായിച്ചതാണ്. യഹൂദന്മാർ വന്ന് ചോദിക്കുകയാണ്, ഇസ്രായേൽ രാഷ്ട്രം ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. കേൾക്കണം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് അതിൻ്റെ കീ. ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് ഞാൻ പറയാം. നിങ്ങളുടെ സക്സസ്സിൻ്റെ നിങ്ങളുടെ വിജയത്തിൻ്റെ, ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ, ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. യേശു മലയാളിയായിരുന്നെങ്കിൽ അല്ല, കർത്താവ് ഈ ലോകത്തെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ദുഷ്ടന്മാർ ചോദിക്കുന്നോ, നിൻ്റെയൊക്കെ അപ്പന്മാരെ എന്നെ പിടിച്ച് ക്രൂശിച്ച് കൊന്നിട്ട് ഇപ്പം വന്ന് ചോദിക്കുന്നു, എക്സെട്ര പ്രാകാം, ശപിക്കാം. പക്ഷേ അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ല എന്ന് പത്രോസ് പറയുന്നു. അവൻ്റെ വായിൽ വഞ്ചനയില്ല. കമോൺ, അവൻ്റെ വായിൽ വഞ്ചനയില്ലെങ്കിൽ എല്ലാ പെറുവിറപ്പും, എല്ലാ കുറ്റാരവും, എല്ലാ കയ്പും, എല്ലാ പ്രാക്കും യേശുവിൻ്റെ നാമത്തിൽ എല്ലാം നാവുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യട്ടെ. പകരം സ്തുതിയും സ്തോത്രവും ആരാധനയും മാത്രം നടക്കട്ടെ. നോക്കി എല്ലാവരും, ഞാൻ നിർത്തി. പലപ്പോഴും നമുക്കുള്ള കുഴപ്പം ഇതാണ്, അവര് കാരണം ഞാൻ ഇങ്ങനെയായി, എവര് കാരണം ഞാൻ തൊലഞ്ഞു, മറ്റവർ കാരണം ഞാൻ ഉടഞ്ഞു. കള്ളമാണ്, ഏറ്റവും വലിയ കള്ളം. ആരെന്തോ വിചാരിച്ചാലും നീ തൊലയത്തില്ല. അവൻ വിചാരിക്കണം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, ആരൊക്കെ എന്ത് വിചാരിച്ചാലും നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. അർത്ഥം കർത്താവേ, എങ്ങനെ ഞാനത് ധ്യാനിക്കുമ്പോൾ ചോദിച്ചു, എങ്ങനെ ലോർഡ് ഹൗ കാൻ യു സേ ദാറ്റ്? എങ്ങനെയാണ് നിനക്കത് സ്തോത്രം പറയാൻ പറ്റുന്നത്? എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്, ഞാനത് പണ്ടേ ക്ഷമിച്ചു സുരേഷേ.
ഞാനിത് പണ്ടേ ക്ഷമിച്ചു. നീ കേട്ടിട്ടില്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാറുണ്ട് സുരേഷ്. ആ ക്രൂശിൽ കയറി ഉടനെ തന്നെ ഞാൻ ആ ഫയലങ്ങ് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായില്ല? യെസ്, ക്രൂശിൽ കയറി ഉടനെ തന്നെ ഞാൻ ആ ഫയലങ്ങ് ക്ലോസ് ചെയ്തു. പറ, എന്തോ ആയിരുന്നത് ഫയല്? എന്തോ പറഞ്ഞാൽ ക്ലോസ് ചെയ്തേ? പറ. എക്സാക്ട്ലി. നമുക്ക് തിയറിയിൽ നമ്മൾ ഭയങ്കര, പക്ഷെ പ്രാക്ടിക്കല് നമുക്ക് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാക്കിയാൽ ഇവരുടെ ലൈഫ് അവിടെയാണ് ആരംഭിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആവശ്യമില്ലാത്ത ഒത്തിരി ഈ ചപ്പും ചവറും കുടഞ്ഞിട്ട് ആത്മാവിൻ്റെ തീയിലിട്ടിട്ട് പോകാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇനിമേലാൽ ഒറ്റ എണ്ണത്തിനെതിരെ സംസാരിക്കല്ലോ. ക്ഷമിക്കുക. ഞാൻ നിർത്തി. മനഃപൂർവ്വമായി ക്ഷമിക്കുക. അവർ വേണമെന്ന് വെച്ച് നിങ്ങളെ തകർത്തു, വേണമെന്ന് വെച്ച് ഗൂഢാലോചന ഉണ്ടാക്കി, വേണമെന്ന് വെച്ച് പിടിച്ചു, വേണമെന്ന് വെച്ച് അടിച്ചു, വേണമെന്ന് വെച്ച് കോടതി കയറ്റി, വേണമെന്ന് വെച്ച് കൊന്നുകളഞ്ഞു, എക്സെട്ര എക്സെട്ര. പക്ഷേ സ്തോത്രം, സ്നേഹത്തിൻ്റെ മുറിവുകൾ നിന്നെ നോക്കി പറയുന്നു. സ്തോത്രം, ഒത്തിരി പേരോട് നിനക്ക് ക്ഷമിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിക്കാനുണ്ട്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കണ്ണുകളടച്ച് കഴിവുള്ളവർ മാത്രം മുട്ടിന്മേൽ നിന്നാട്ടെ. കഴിവുള്ളവർ മാത്രം, കഴിവുള്ളവർ മാത്രം, കഴിവുള്ളവർ മാത്രം. ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരെ കഴിവുള്ളവർ മാത്രം. ജീസസ്, സ്നേഹത്തിൻ്റെ മുറിവുകൾ. പ്രാർത്ഥിക്കണം. ഇത്രയും നേരം എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടു. ഇനി നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. യു ക്യാൻ റിലാക്സ്. ഇല്ല, മുട്ടുമടക്കിയില്ലെങ്കിൽ പറ്റത്തില്ല, പക്ഷെ മുട്ടുമടക്കാൻ വേദനയുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാൻ, നോ പ്രോബ്ലം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. പാസ്റ്റർ അലക്സ് ജോർജും സൂസൻ ആൻറ്റിയും ചില മാസങ്ങൾക്ക് മുമ്പ് സലാല എന്ന ദേശത്ത് പോയി. മസ്കറ്റിലെ സലാല, ഒമാനിലെ സലാല. ഒമാനിലെ സലാലയിൽ ചെറിയൊരു മരമുണ്ട്. ആ മരം കുന്തിരിക്കത്തിൻ്റെ മരമാണ്. ആഴ്ചകൾക്ക് മുമ്പ് അവരെന്നോട് പറഞ്ഞത്, കുന്തിരിക്കത്തിൻ്റെ മരത്തിൽ ചുറ്റിക കൊണ്ട് അതിനെ അടിച്ചാൽ, ഉടച്ചാൽ, കല്ലുകൊണ്ട് അതിനെ ചതച്ചാൽ ഒരു ചാറ്, ഒരു ഗം പുറത്ത് വരും. ആ പുറത്ത് വരുന്ന ഗം കട്ടിപിടിക്കുമ്പോൾ അതിൻ്റെ പേരാണ് കുന്തിരിക്കം. ചതച്ചാലേ പുറത്ത് വരത്തുള്ളൂ. ആ മണം തരുന്ന കുന്തിരിക്കം ചതച്ചാലേ പുറത്ത് വരത്തുള്ളൂ. ചതച്ചാലേ പുറത്ത് വരത്തുള്ളൂ. നിങ്ങൾ എത്ര ദർശനമുള്ളവരാണെങ്കിലും, എത്ര വലിയ വിളിയുള്ളവരാണെങ്കിലും, നിങ്ങൾ ചതയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ചതയുമ്പോൾ ചിലത് നിങ്ങളുടെ പുറത്ത് വരും. അതിനെടുത്ത് തീയിലിടുമ്പോൾ, ആത്മാവിൻ്റെ തീയിലൂടെ കടത്തുമ്പോൾ, ഇന്ന് പകലും ഈ അറ്റ്മോസ്ഫിയറിൽ ആത്മാവിൻ്റെ തീയുണ്ട്. തീയിലൂടെ കടന്നു പോകുമ്പോൾ യെസ്, സുഗന്ധമായി പുറത്തു വരാം. പ്രാർത്ഥിച്ചു തുടങ്ങി ആരോടോ മനഃപൂർവമായി നമുക്ക് ക്ഷമിക്കാനുണ്ട്. ആരാണോ വേദനിപ്പിച്ചു അവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി നിന്നു. ആരാണോ തന്നെ ക്രൂശിച്ചത് അവരുടെ നടുവിൽ യേശു ഇറങ്ങി നിന്നു. ആരാണോ തന്നെ വേദനിപ്പിച്ചത്, കരയിപ്പിച്ചത്, തള്ളിക്കളഞ്ഞത്, ക്രൂശിച്ചത്, അവിടെ അത്യാവശ്യത്തിൽ യേശു മെശിഹ ഇറങ്ങി വന്നതുപോലെ ഗ്യാരണ്ടിയായി പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ വേദനിപ്പിച്ച, നിന്നെ തകർത്ത, നിന്നെ ഉടച്ച, നിന്നെ കരയിപ്പിച്ചവരുടെ ആവശ്യത്തിലും അല്ല, അത്യാവശ്യത്തിൽ, അവിടെ അത്യാവശ്യത്തിൽ അവർക്ക് ഉപകാരം നൽകാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. അവർക്ക് ഉപകാരം നൽകാൻ ദൈവം നിന്നെ അയക്കാൻ പോവാ.